പോസിറ്റീവായിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മൈൻഡിനകത്ത് വരുന്ന ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി പോസിറ്റീവായ കാര്യങ്ങളായിട്ട് മുൻപോട്ട് പോവുക. ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മളൊക്കെ ഒത്തിരി കാര്യങ്ങൾ അലട്ടുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാവാം. പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ ആലോചിച്ച് നമ്മളിരിക്കും കുറെ സമയം, ഫ്യൂച്ചറിലെ കാര്യങ്ങൾ ആലോചിച്ച് കുറെ സമയം ഇരിക്കും. അതിനർത്ഥം ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ ലൈഫ് എന്താണ്? ഈ നിമിഷമാണ്. ഈ നിമിഷം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നെയാണ് അടുത്ത നിമിഷം വരുന്നുള്ളൂ. അതുകൊണ്ട് പാസ്റ്റിലെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ട് കാണുക, അതിനെ നന്നാക്കുക. ഇപ്പം എടുക്കുന്ന ഇതിന്റെ റിസൾട്ട് ഫ്യൂച്ചറിൽ ഉണ്ടാവുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഇപ്പം ഏറ്റവും നല്ല കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക. ഒരിക്കലും പാസ്റ്റ് ആലോചിച്ച് സമയം കളയാനും ഫ്യൂച്ചർ ആലോചിച്ചിട്ട് ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പേടിച്ചിട്ട് ചെയ്യാതിരിക്കാനും ഇരിക്കുന്നത് വിഡ്ഢിത്തമാണ്. പാസ്റ്റിലെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഫ്യൂച്ചറിലേക്കുള്ള ബെനിഫിറ്റ് ആണ്. ഇപ്പം നന്നായി ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചർ നന്നാക്കാൻ വേണ്ടി കഴിയും. അപ്പം ഇപ്പം എടുക്കുന്നതിന്റെ ഗുണം ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഇപ്പൊ നന്നായി ചെയ്യുക. ഫ്യൂച്ചർ ആലോചിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത്. നമുക്കൊക്കെ പറ്റുന്ന കാര്യം നാളത്തെ കാര്യമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ കാര്യം ആലോചിച്ച് ഇന്നൊരു മൂഡില്ല, ഇന്ന് ചെയ്യാൻ കഴിയുന്നില്ല, അതിന്റെ ഒരു പേടി, ബേജാറ്. പക്ഷെ അതല്ല, ഇന്ന് ആക്ഷൻ എടുത്താലാണ് നാളെ അത് നന്നാക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ സമയം നഷ്ടപ്പെടുത്താതെ, കഴിഞ്ഞു പോയ കാര്യം ആലോചിച്ച് നഷ്ടപ്പെടുത്താതെ എന്ത് ചെയ്യുക, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഇന്ന് നന്നായി ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നന്നായിട്ട് ചെയ്തു പോവുക. എല്ലാവരും പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി മുമ്പോട്ട് പോവുക. കേൾക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റേഷനിലേക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഓരോരുത്തരും. സമയത്തെ പറ്റി ഇന്നലെ അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതിൽ എപ്പോഴും പറയുന്ന കാര്യമാണ് പ്രയോറിറ്റി ലിസ്റ്റ് എന്നുള്ളത്. നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാത്രം കാര്യമാണ്. എന്തിലാണോ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അതിനകത്തേക്കാണ് നമ്മുടെ സമയത്തെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ പൈസയെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. പലർക്കും പല പ്രയോറിറ്റൈസ് ആയിരിക്കും. ചിലർക്ക് അവരുടെ ബിസിനസ് ആയിരിക്കും പ്രയോറിറ്റി, അപ്പൊ അവർ അതിനു വേണ്ടി മാക്സിമം സമയം ഒരു ദിവസം ചെലവഴിക്കാൻ തയ്യാറാവും. അതേ സമയത്ത് ചിലർക്ക് എന്റർടൈൻമെന്റ് ആയിരിക്കും പ്രയോറിറ്റി. എന്റർടൈൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. മനസ്സിന് ഒരു ടെൻഷനും കൊടുക്കണ്ട, സിനിമയുടെ റീൽസും അല്ലെങ്കിൽ മറ്റുള്ള റീൽസുകളും കണ്ട് ഒത്തിരി സമയം ചെലവഴിക്കുക. അത് പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകളെ സമയത്തോളം മാക്സിമം സമയവും പൈസവും അതിനാവും ചെലവഴിക്കുന്നുണ്ടാവുക. ചില ആളുകൾക്ക് അത് മറ്റു വല്ലതുമായിരിക്കും. ചിലർക്ക് റീഡിംഗ് ആയിരിക്കും പ്രയോറിറ്റി, കൂടുതൽ സമയം റീഡിങ്ങിന് വേണ്ടി ചെലവഴിക്കാം. ചിലർ മ്യൂസിക് കേൾക്കാനായിരിക്കാം, ചിലർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിരിക്കാം. അപ്പം നമ്മൾ എന്താണോ ഡ്രീം ചെയ്യുന്നത്, നമ്മൾ എന്തിലേക്കാണോ എത്തിച്ചേരേണ്ടത്, അതിനെ പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ സക്സസ് ആവാൻ കഴിയൂ. എല്ലാവർക്കും 24 hours ഉള്ളൂ. അതുകൊണ്ട് സക്സസ് ആയ ആളുകൾ ആ എന്തിലേക്കാണോ പ്രയോറിറ്റി കൊടുത്തത് അതിന് കൂടുതൽ സമയവും കൂടുതൽ പൈസയും ചെലവഴിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കുറഞ്ഞ സമയം എന്ത് ചെയ്യും, ചെലവഴിക്കുള്ളൂ. അപ്പം ഓരോരുത്തരും ഇന്നലെ നമ്മൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത കാര്യമാണ് വീണ്ടും ഒന്ന് റിവൈസിങ്ങിന് വേണ്ടി പറയുകയാണ്. ഓരോരുത്തരും സെൽഫായിട്ട് ചിന്തിക്കുക, എൻ്റെ സമയം ഞാൻ ചെലവഴിക്കുന്നത് എന്തിനാണ്, പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നുണ്ടോ? എനിക്ക് ഇപ്പൊ നിർബന്ധമായിട്ടും നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ ഒരു നിഷ് ഫൈനലാക്കിക്കൊണ്ട്, ഒരു മൈക്രോ നിഷ് ഫൈനലാക്കി അതിനെ സക്സസ് ആക്കി ഒരു ലക്ഷം, ഒരു 1 lakh rupees മാസം ഏൺ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഡ്രീമും. 2026 എന്നുള്ളൊരു വർഷം ഉണ്ടെങ്കിൽ അതിലേക്ക് എത്രത്തോളം പ്രീ പ്ലാൻ ആയി പ്രിപ്പയർ ആയിട്ട് നമ്മൾ നിൽക്കുന്നോ ആ ഇംഗത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ്. നമ്മുടെ നിഷ് ക്ലാരിറ്റി ആവണം, ടാർഗറ്റ് ഓഡിയൻസ് കൺഫേം ആവണം, ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായി കൺസിസ്റ്റൻസിയിൽ ചെയ്യാൻ കഴിയണം. ഇതൊക്കെ നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ ടാർഗറ്റ് 1 lakh മിനിമം എല്ലാവരും ഏൺ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയും. അതൊരു ഒരു വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് നിങ്ങൾ കാണരുത്. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാൽക്കുലേഷനിലൂടെ അത് പറഞ്ഞു തരാം. ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കാൽക്കുലേഷനിലൂടെ ഞാൻ പറയട്ടെ. നിങ്ങൾ സെല് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന് നമുക്ക് ഒരു 20 രൂപയാണ് ലാഭം കിട്ടുന്നതെങ്കിൽ, ഒരു 20 രൂപ ലാഭം എടുത്ത് വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സെൽ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയും, 20 രൂപ ലാഭം എടുത്ത് വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വിൽക്കുന്നതെങ്കിൽ നമുക്കൊരു ദിവസം 1000 രൂപ കിട്ടണമെങ്കിൽ നമ്മൾ 500 പ്രൊഡക്റ്റ് വിറ്റാലാണ് 1000 രൂപ കിട്ടുക. 500 പ്രൊഡക്റ്റ് വിറ്റാൽ 1000 രൂപ കിട്ടും. അത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ 500 വിറ്റോളന്നില്ല. നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് ശരിയായ രീതിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ശരിയായ ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ പഠിച്ച് അതിലേക്ക് എത്തിച്ചു തുടങ്ങിയാൽ, സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു പക്ഷെ നമുക്കൊരു ഒരു 10 പീസ് ആയിരിക്കും വിൽക്കാൻ പറ്റുക. 10 പീസ് വിറ്റാൽ 200 രൂപ ലാഭം കിട്ടുമ്പോൾ അതൊരു 500 രൂപ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25 പീസ് വിൽക്കാൻ പറ്റിയാൽ മതി. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ എന്തോ ആയിക്കോട്ടെ, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. 20 രൂപ ലാഭം കിട്ടുന്ന
ഒരു 25 പീസ് ഒരു ദിവസം നമുക്ക് വിൽക്കാൻ പറ്റിയാൽ 500 രൂപ നമുക്ക് ലാഭമായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. 20 രൂപ നെറ്റ് പ്രോഫിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് 20 രൂപ ലാഭം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ 25 പീസ് ഒരു ദിവസം വിൽക്കാൻ പറ്റിയാൽ നമുക്ക് 500 രൂപ ലാഭത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഒരു 25 എങ്ങനെ വിൽക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മുന്നിലെ കൺഫ്യൂഷൻ. നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വാല്യൂ ആണെങ്കിൽ, മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്കാണ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിളുകൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു വാർഡിനകത്തുള്ള സാധ്യതകൾ മാത്രം എടുത്താൽ മതി. ഒരു വാർഡിനകത്ത് 1000 വീടുണ്ടെങ്കിൽ അതിനകത്തുള്ള സാധ്യതകൾ മാത്രം എടുത്താൽ മതി. നമ്മളൊരു പ്രൊഡക്റ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കരുതുക. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇവിടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പറയുകയാണെങ്കിൽ ഡ്രസ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ ചെറിയ 20 രൂപ പ്രൊഡക്റ്റ് ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെറിയ പ്രൊഡക്റ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു വാഷിംഗ് പൗഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലീനിങ്ങിന്റെ എന്തെങ്കിലും മെറ്റീരിയൽ ആയിരിക്കാം. ഒരു ക്ലീനിങ് മെറ്റീരിയൽ എടുത്ത് സെല് ചെയ്യാന്ന് ചിന്തിച്ചോളൂ. അതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 20 രൂപ നമുക്ക് ഒന്നുമേ ലാഭം കിട്ടുന്നെങ്കിൽ ഒരു 25 ആളുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ അതാണല്ലോ നമ്മളെ സെല്ലിംഗ് സ്കിൽ എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് ഈ പ്രൊഡക്റ്റ് ഉണ്ട്, ഷോപ്പിൽ നിന്ന് വാങ്ങുന്നേക്ക് 5 രൂപ കുറച്ച് എനിക്ക് തരാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഒരു 25 ആളുകൾ ഒരു ദിവസം ടാർഗറ്റ് ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യാതെ, അതായത് പ്രോപ്പർ വേൾഡ് വൈഡ് അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം ഒന്നും ചിന്തിക്കാതെ നമുക്ക് കൊടുക്കാൻ നമ്മുടെ സ്കൂട്ടിമേലോ അല്ലെങ്കിൽ മറ്റോ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 25 ആളെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ഒരു ദിവസം 25 ആളെ, അടുത്ത ദിവസം മറ്റൊരു 25 ആളെ, അങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 10 ദിവസം കറക്റ്റ് ആയിട്ട് കൊടുത്ത് 250 ആളിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. ഈ 250 ആളുകൾ നമ്മൾ 30 ദിവസം ചെയ്യാച്ചാൽ 750 ആളുകളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വന്നു. അടുത്ത മാസവും ഇതേപോലെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഗ്രോ ചെയ്ത് ആ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ, ആ പ്രൊഡക്റ്റ് അയാൾ ഇഷ്ടപ്പെട്ടു, കറക്റ്റ് ആയിട്ട് നല്ല കസ്റ്റമർ ഡീലിംഗ് നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുത്തത്, അതായത് ഒരാഴ്ച യൂസ് ചെയ്യാൻ ഒരു ലിക്വിഡ് വാങ്ങിച്ചു, 10 ദിവസം യൂസ് ലിക്വിഡ് വാങ്ങിച്ചു, 10ാമത്തെ ദിവസം നോട്ട് ചെയ്ത് കോൾ ചെയ്യാൻ പറ്റണം നമുക്ക്. നിങ്ങൾ ആ ലിക്വിഡ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അടുത്തത് കൊണ്ടുവരട്ടെ, നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ചോദിക്കാം. അങ്ങനെ ആ ഒരു കസ്റ്റമറെ നിലനിർത്തിയാൽ, ഞാൻ പറഞ്ഞു വരുന്നത് 500 രൂപ നമുക്ക് ഒരു ദിവസം ഏൺ ചെയ്ത് 25 കസ്റ്റമർ കൊടുത്താൽ മതി. അതേ സമയത്ത് അതിന് 2, 3, 4 മാസം കൊണ്ട് നമുക്ക് പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 2000, 3000 രൂപ ലാഭത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് ആ പ്രൊഡക്റ്റിനെ കൊണ്ടുപോകാൻ പറ്റിയാൽ മാസം ഒരു 1 ലാഖിലേക്ക് എത്തുക എന്നുള്ളത് ഈസിയാണ്. അവിടെയാണ് സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ നമ്മൾ കാണുന്നത്. അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഇൻകം വരുന്നതിനനുസരിച്ച് ഇങ്ങനെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകും. ഒറ്റയടിക്ക് ആദ്യമേ വലിയ പൈസ ആയിട്ട് കൊണ്ടുവരുന്നില്ല. അപ്പം അതൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് നിശ്ചലാണോ ആയി നിൽക്കുന്നത് അതിനകത്ത് ഒരു 1 ലാഖ് റുപ്പീസ് ഒരു മാസം ഏൺ ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഡ്രസ്സ് ചെയ്യുന്ന ആളുകൾ ഒത്തിരി പേര് ഡ്രസ്സ് റിലേറ്റഡ് ആണ്. അതിനൊരു സിസ്റ്റം ആക്കി, ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ മാക്സിമം 1, 2, 3 ചെയ്യാൻ കഴിയും. അത് 100 രൂപ 300 രൂപ ഒരു ദിവസം കിട്ടുക. അതേ സമയത്ത് നമ്മൾ ഡ്രസ്സിന്റെ ആളുകളായിട്ട്, ഞാൻ ഡ്രസ്സ് വിൽക്കുന്ന ആളാന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു തുടങ്ങി, നന്നായിട്ട് ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് ചെയ്തു. അതിന് ഓർഡറുകൾ വരുന്ന സമയത്ത് നമ്മുടെ ബാക്കിൽ വരുന്ന ഓർഡറുകൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഒരു 10 പീസ് വിറ്റാൽ 100 രൂപ കിട്ടുമെങ്കിൽ 1000 രൂപ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതിനെ 10 എന്നുള്ളത് 20 ആക്കാനോ, ഒരു 10 എണ്ണം സ്റ്റേബിൾ ആയിട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് 20 ആക്കാനോ 30 ആക്കാനോ പണിയില്ല. അങ്ങനെ ഒരു വിത്തിൻ 3 മന്ത് ഓർ 6 മന്തിനകത്ത് ആവറേജ് ഡെയിലി ഒരു 20 ഓർഡേഴ്സ് പിടിക്കുന്ന ലെവലിലേക്ക് മാറാൻ കഴിഞ്ഞാൽ ഡെയിലി 2000 രൂപ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും. ആ ഒരു ലെവലൊന്ന് ചിന്തിച്ചു നോക്കും. ഞാൻ പറയുന്നത്, നമ്മൾ 1 ലക്ഷം എന്ന് കേൾക്കുമ്പോൾ എന്തോ സംഭവമായിട്ട് ഫീൽ ചെയ്യും. അതിന് ചെറിയ രീതിയിലേക്ക് ചിന്തിച്ചിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ലെവലിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കും. എത്ര ഈസി ആയിട്ട് നമുക്ക് ആ 1 ലക്ഷത്തിലേക്ക് എത്താൻ പറ്റും. അപ്പം സിസ്റ്റമാണ് പ്രധാനം. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്നതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മാക്സിമം ഫ്രീ ആവണം. ഇൻകം വരുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ഫ്രീ ആയി ബാക്കിൽ ടീമിനെ കൊടുക്കുന്ന ആ ടീമിലൂടെ ഇങ്ങനെ ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമ്പോഴാണ് സക്സസ് ആവുക. ഇതിനൊക്കെ വേണ്ടത് നമ്പർ 1 നിഷ് ഫൈനലൈസേഷൻ ആണ്. ഒത്തിരി ആളുകൾ ഫൈനൽ ചെയ്തു, ക്ലാരിറ്റി വരാൻ സമയമെടുക്കും. ഡോൺ വറി, അതിനെപ്പറ്റി ചിന്തിക്കണ്ട, ഒന്നിലേക്കായി വന്നാൽ മതി. 2 കൺസിസ്റ്റൻസി ആണ്. ആ ഫൈനൽ ആയി കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഇൻകം ആക്കി മാറ്റുക എന്നുള്ളത് പഠിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞ ഡിജിറ്റൽ ലീഡർ എന്നുള്ള കാര്യം, സോഷ്യൽ മീഡിയയിൽ ലൈവ് ആവുക എന്നുള്ളത്. അത് എത്ര പേര് തുടങ്ങി എന്നുള്ളത് ഓരോരുത്തരും സെൽഫായിട്ട് ആലോചിക്കുക. ഓക്കെ, അത് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇന്നലെ പറഞ്ഞത് മിനിയാന്ന് എന്നും ഞാൻ അത് തന്നെയാണ് പറയാ. തുടങ്ങിയ ആളുകൾ അത് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുന്നുണ്ട്. ഇന്നലെ വളരെ ഭംഗിയായിട്ട് നമുക്കിവിടെ റിനുമിസ് അത് തുടങ്ങിയതിന്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞു. റിനുമിസ് എവിടെ എത്തിയിട്ടല്ല, ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. പക്ഷെ സെക്കൻഡ് സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു ആർജവം ഉണ്ടല്ലോ, സെക്കൻഡ് സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു കരുത്തുണ്ടല്ലോ, അത് കിട്ടി എന്നുള്ളത്. 2 അഡ്മിഷൻ കിട്ടുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിലേക്ക് എത്തുക എന്നുള്ളത് വളരെ
ഇമ്പോർട്ടൻ്റ്. അത് ഈസി അല്ല. ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുക, ആളുകളെ മാനേജ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യാൻ വേണം. അപ്പം തുടങ്ങിയത് കൊണ്ടാണ്, വീഡിയോ തുടങ്ങിയോണ്ടാണ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഇനിയും വീഡിയോ ചാലഞ്ചുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ആദ്യത്തെ 4-5 ദിവസമൊക്കെ ഭയങ്കര ആവേശമായിരുന്നു, ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരും കുറ്റപ്പെടുന്നില്ല, എല്ലാവരും ഭയങ്കര തിരക്കുള്ള ആളുകളാണ്. പക്ഷെ പ്രയോറിറ്റി കൊടുക്കുക. സെക്കൻഡ് ബാച്ചിന്റെ വീഡിയോ ചലഞ്ച് വെരി നിയർ, അടുത്ത ദിവസം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. മൺഡേ ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യും. തുടങ്ങാത്ത ആളുകൾ, ഫസ്റ്റ് ബാച്ചിൽ തുടങ്ങാത്ത ആളുകൾ സെക്കൻഡ് ബാച്ചിന്റെ കൂടെ തുടങ്ങാൻ വേണ്ടി തയ്യാറാവുക. ഒരു 15 മിനിറ്റെങ്കിലും അതിന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും തയ്യാറാവുക. ഇത് ആമുഖമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ആക്ഷൻ എടുക്കണം, മുൻപോട്ട് പോകണം, കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് മുൻപോട്ട് പോകണം. ഇനിയും സമയം നമുക്ക് ഒത്തിരി കളയാനില്ല. 2025 അവസാനിക്കുന്നു, 26 എന്ന പുതിയ വർഷം നമ്മുടെ കൈപ്പിടിയിൽ. ഓരോരുത്തരും ആഗ്രഹിക്കുന്ന രീതിയിൽ ലെവലിലേക്ക് മാറാൻ നമുക്ക് കഴിയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ഷൻ എടുക്കാനാണ് നിർബന്ധമായിട്ടും വേണ്ടത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. ആമുഖമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. കോഡ് ഓഫ് കണ്ടക്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പരസ്പരം സഹായിക്കുക, പരസ്പരം സപ്പോർട്ട് ചെയ്യുക, അപ്രീസിയേഷൻ കൊടുക്കുക, നന്നായിട്ട് സമയം സെൽഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, പ്രയോറിറ്റി ലിസ്റ്റ് സെറ്റ് ചെയ്യുക. ഓരോ ദിവസവും താഴേക്ക് പോകുന്നതിന് പകരം മുകളിലേക്ക് വരാൻ തയ്യാറാവുക. സമയത്തെ ഒരു ഹാബിറ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം. ഇപ്പം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയം അതൊരു ഹാബിറ്റ് ആവുക, വീഡിയോ ചെയ്യുന്ന സമയം ഹാബിറ്റ് ആവാം, കാലത്തുള്ള സമയം ഹാബിറ്റ് ആക്കി എടുക്കുക. ഓരോ സമയങ്ങളും മെഡിറ്റേഷൻ അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് റിസൾട്ടിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. എനിവേ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? ഒന്ന് സ്ക്രീനിൽ ചാറ്റിൽ റെഡി എന്നൊന്ന് കമന്റിലേക്ക് വരൂ എല്ലാവരും. ഒന്ന് നിങ്ങൾ റെഡിനെസ് അറിയിച്ചാൽ നമ്മൾ ഇന്നത്തെ സെഷൻ തുടങ്ങുകയാണ്. ഓക്കെ, യെസ്, റെഡി. ചാറ്റ് ബോക്സ് ഒന്ന് ആക്റ്റീവ് ആയിക്കോട്ടെ. യെസ് യെസ് യെസ്, ഓക്കെ, റെഡി റെഡി റെഡി. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് അങ്ങനെ തുടങ്ങാൻ പതുക്കെ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്തത് മൈക്രോ നിഷ് ഫൈൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ അതിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് അതിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി തന്നെയാണ്. ഒത്തിരി പേര് ക്ലാരിറ്റി ആവാത്തത് കൊണ്ടാണ് അതിൽ തന്നെ പോകുന്നത്. ഓക്കെ, യെസ്, റെഡി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒന്ന് കമന്റ് ബോക്സിൽ പറയോ, മൈക്രോ നിഷ് ഫൈനലാക്കിയ ആളുകൾ എന്താണെന്ന് കമന്റിൽ ടൈപ്പ് ചെയ്യുക. ഇല്ലാത്ത ആളുകൾ നോ എന്നൊന്ന് ടൈപ്പ് ചെയ്യും. നമുക്ക് ഓരോരുത്തരും അറിയാമല്ലോ ആരൊക്കെ എന്തൊക്കെയാണ് ഫൈനലാക്കിയ ആളുകൾ. മൈക്രോ നിഷ് ഫൈനലാക്കിയവരും അല്ല, എല്ലാവരും കമന്റിൽ വരണം. നിഷ് ഫൈനലാക്കിയവർ ഓരോരുത്തരായിട്ട് അവരുടെ നിഷ് എഴുതുക, ടൈപ്പ് ചെയ്യുക. ഇല്ലാത്ത ആളുകൾ നോ എന്ന് കാണിക്കുക. ആരാണ് ഇനിയും ആവാത്തത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ പറ്റിയൊരു യെസ്, പെയിന്റിങ്, വെൽക്കം മാഡം, ഓക്കെ, വെരി ഗുഡ്. നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. എനിവേ, നിഷ് ഫൈനൽ ചെയ്യാത്ത ആളുകൾ വീണ്ടും ഒന്നുകൂടി ഫൈനൽ ചെയ്യുക. ഫൈനൽ ചെയ്ത ആളുകൾ അതിന്റെ ക്ലാരിറ്റി വരുത്തണം. നമ്മുടെ ഓഡിയൻസ് ആരാണ്, മറ്റുള്ള കാര്യങ്ങൾ ആരാന്നൊക്കെ അത് റിലേറ്റഡ് ആയിട്ട് ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തണം. ഓക്കെ, ദെൻ നമ്മൾ നിഷ് പറയുന്ന സമയത്ത് വാട്ട് ഐ ലവ് എന്നുള്ള ഒരു കാര്യം പ്രധാനമായിട്ട്, ഞാൻ ഇപ്പോഴും ഫൈനൽ ചെയ്യാത്ത ആളുകൾ, ഫൈനലാക്കുന്നതിൽ കൺഫ്യൂഷൻ നിൽക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ട് ഐ ലവ്, പാഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അതിനാണ് പാഷൻ. അപ്പൊ പാഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ നിഷ് ഫൈനൽ ചെയ്യാം. ഒന്നാമത്തെ കാര്യം അതാണ്. ദെൻ വാട്ട് ഐ ക്യാൻ ഡു, അതായത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് സ്കില്ലാണ്. നമ്മുടെ പല രീതിയിലുള്ള സ്കില്ലുകൾ നമുക്ക് ഉണ്ടാവാം. നമ്മൾ ഒത്തിരി വർക്ക് ചെയ്ത് ഇതിൽ നിന്ന് കിട്ടിയത്, അതല്ലെങ്കിൽ പ്രസന്റേഷൻ സ്കിൽ ഉണ്ടാവും, സംസാരിക്കാനുള്ള പല രീതിയിലുള്ള സ്കില്ല്. ഇത് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, നമ്മുടെ ഒരു നിഷാക്കി മാറ്റാം. ദെൻ വാട്ട് ഐ നോ, എന്റെ എക്സ്പീരിയൻസ് എനിക്ക് എന്താക്കി മാറ്റാൻ പറ്റും, നിഷായിട്ട് മാറ്റാം. അപ്പൊ ഇപ്പോഴും ഫൈനലാവാതെ ക്ലാരിറ്റി ഇല്ലാത്ത ആളുകൾ മനസ്സിലാക്കേണ്ട ഈ 3 കാര്യങ്ങളാണ്. എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ആലോചിക്കാം, എന്റെ സ്കിൽ എന്താണെന്ന് ആലോചിക്കാം, എനിക്കുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് ആലോചിക്കാം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു മേഖലയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, ദെൻ അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും സെലക്ട് ചെയ്തതും ചെയ്യാൻ പെൻഡിങ് ഉള്ള ആളുകൾ സീരിയസ് ആയിട്ട് അതിലേക്ക് വരിക. ദെൻ ഇനി നമ്മുടെ സ്ട്രെങ്ത്തിനെ നമ്മൾ ഈ ഒരു നിഷിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു നിഷിനെ ഫൈനലാക്കി വെച്ചാൽ പോരല്ലോ, അതിനെ ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്തെങ്കിലല്ലേ നമുക്ക് അതിൽ നിന്നും നമ്മൾ ഏൺ ചെയ്യാൻ പോകുന്നുള്ളൂ, നമ്മൾ ഇംഗത്തിലേക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പോവുക. അതുകൊണ്ട് ഈ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തൊക്കെ സ്ട്രെങ്ത് വേണം, ഓരോരുത്തരും എന്തൊക്കെ സ്ട്രെങ്ത്തിലാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സ്ട്രെങ്ത്തിൽ പ്രധാനമായിട്ടും ക്രിയേറ്റിവിറ്റി ഒരു പോയിന്റ് ആണ്. അതായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. എല്ലാവരും ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അതൊരു ക്രിയേറ്റീവ് ആണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ സാധനം മാക്സിമം ആളുകളിലേക്ക് ആദ്യം എത്തിക്കാൻ കഴിയുക, ഇതൊക്കെ നമ്മുടെ ഒരു പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ചെയ്യാനുള്ള ഒരു കഴിവുകളാണ്. അതുപോലെ തന്നെ വെറൈറ്റീസ് കണ്ടെത്തുക, ആ വെറൈറ്റീസിൽ എന്തെങ്കിലുമൊക്കെ വേറിട്ട് ഫീലിംഗ് കൊടുക്കാൻ കഴിയുക, അതൊക്കെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നതാണ്.
അതേപോലെ സ്ട്രെങ്ത്തിൽ നമുക്ക് വേണ്ട മറ്റൊരു ഘടകമാണ് പ്രോബ്ലം സോൾവിങ് എന്നുള്ളത്. ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് അതിനെ പെർഫെക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളത് അല്ലെ. ശരിക്കും നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പം ഒരു കൊക്രോച്ച് തിയറി എന്ന് പറഞ്ഞ തിയറി ഉണ്ട്. ഞാനിവിടെ പറഞ്ഞത് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ആർക്കും അറിയാനില്ല, ഞാൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട്. ഒരു റെസ്റ്റോറൻറ്റിനകത്ത് ഭക്ഷണം ടേബിളിൽ വെച്ച് ഇങ്ങനെ ഒത്തിരി ഫാമിലിയൊക്കെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് ഒരു കൂറ വരുന്ന ഒരു സ്റ്റോറിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒന്നിച്ച് ഭയങ്കര ഒരു ഹാളിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ VIPs കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടികളും ഫാമിലിയും ഒക്കെ ഉണ്ട്. ഒരു കൂറ വന്നിട്ട് നേരെ വന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടേബിളിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ ഇരുന്നു. എങ്ങനെ നമ്മൾ ആക്ട് ചെയ്യുക? കുറച്ചൊരു എങ്ങനെ ഓരോരുത്തരും ഒന്ന് ചാറ്റില് പറയാവോ എങ്ങനെ നമ്മൾ അതിനെ ആക്ട് ചെയ്യുന്നുള്ളത്? നമ്മൾ ഏത് രീതിയിൽ ആ ഒരു കൂറ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്നിരുന്ന് നമ്മൾ ആക്ട് ചെയ്യുക എങ്ങനെയായിരിക്കും? മൈക്ക് ഓപ്പൺ ചെയ്ത് പറയാം. അതല്ലെങ്കിൽ നമ്മളൊരു സൈലന്റ് മൂഡിൽ ആക്ട് ചെയ്യോ, അല്ലെങ്കിൽ ഒരു ഹരിബറി സ്റ്റൈലിലാണോ ചെയ്യുക? എങ്ങനെ ചെയ്യാ നമ്മുടെ ആക്ടിങ്? നിങ്ങളൊരു എങ്ങനെയെങ്കിലും പുറത്ത് വെളിയിൽ കളയാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, പെട്ടെന്നൊരു ഹരിബറി വരും അല്ലെ? ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ പെട്ടെന്നൊരു ഹരിബറി ആവുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു ലേഡിയുടെ പെട്ടെന്ന് ലേഡി യെസ്, ഓക്കെ, അത് തന്നെയാണ് പറയുന്നത്. പെട്ടെന്ന് ഒരു ഹരിബറി ആയി ഒരു കൂറ വന്നപ്പോ ആ ഒരു ഹരിബറിയിൽ എന്ത് ചെയ്യാണ്, അവിടെ ഇരിക്കുന്ന ഫുഡ് പെട്ടെന്ന് പോകുന്നു. അത് അപ്പോഴേക്കും അവിടുത്തെ വെയിറ്റർ ഫുഡ് ആയിട്ട് വരുന്നുണ്ട്, അയാളുടെ കൈ തട്ടുന്നു, അയാളുടെ കയ്യിലുള്ള ഫുഡ് അടുത്ത ടേബിളിലേക്ക് മറിയുന്നു. ആകെ അവിടെ വേറൊരു സീന് ക്രിയേറ്റ് ചെയ്ത് മൊത്തത്തില്. അപ്പം ഒരു പ്രോബ്ലം സോൾവിങ്ങിലെ കണക്ട് ചെയ്ത് നമ്മൾ പറയുന്നത്. അതേ സമയത്ത് നന്നായിട്ട് പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ള ഒരാളെ കമ്പയർ ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ, അയാൾ ഒരു കൂറ വന്നിരിക്കുമ്പോൾ അയാൾ മൈൻഡ് അത് ആ ഒരു കൂറ വന്നവിടെ ഇരുന്നു, അത് വീക്ഷിച്ചിരിക്കുള്ളൂ. എന്നിട്ട് അവിടെ ആരെയും അറിയിക്കാതെ തന്നെ ആ കൂറയെ പതുക്കെ എങ്ങനെയെങ്കിലും, ഇപ്പൊ ആ ഭക്ഷണത്തിൽ ഇരുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം അടക്കെടുത്ത് ഒഴിവാക്കാൻ വെയിറ്ററെ വിളിച്ച് സിമ്പിൾ ആയിട്ട് എങ്ങനെ കൂറയെ എങ്ങനെയെങ്കിലും അവിടുന്ന് ആർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ പിടിച്ച് അതിനെ അവിടുന്ന് ഒഴിവാക്കുകയും ആ ഭക്ഷണം മാറ്റി പുതിയ ഭക്ഷണം അവിടെ കൊടുത്താൽ ആരും അറിയുന്നില്ല, അവിടെ അത് സോൾവ് ആയി. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിൽ പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാം. ഇതിൽ ഏതാണ് നമ്മളൊന്ന് സെൽഫായിട്ട് ചിന്തിക്കുക. നമ്മളൊരു പ്രോബ്ലം മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഭയങ്കര കാര്യമാക്കി ഭയങ്കര സംഭവമാക്കി ആകെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഒരു ക്യാരക്ടറാണോ? അതല്ല രണ്ടാമത് പറഞ്ഞ രീതിയിൽ ആരും അറിയാതെ ആ കൂറയെ പതുക്കെ എടുത്ത് ഒഴിവാക്കി ആ ഭക്ഷണമൊക്കെ അവിടെ മാറ്റി വെച്ചു നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കുന്ന രീതിയാണോ? അപ്പം ഇതില് രണ്ടാമത്തെ രീതിയാണ് നമ്മൾ പഠിക്കേണ്ടതും ഫോളോ ചെയ്യേണ്ടത്. ഒന്നാമത്തെ രീതിയാണെങ്കിൽ ഇത് ഒഴിവാക്കണം, ഒരിക്കലും ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ രീതി അല്ല, സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ എടുക്കണം. പ്രോബ്ലം സോൾവിങ് നമ്മൾ സ്ട്രെങ്ത് ആക്കി മാറ്റണം. അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നതല്ല, അറിയാത്തവരൊക്കെ വിളിച്ച് അറിയിച്ച് ആകെ വഷളാക്കി മാറ്റുന്നതല്ല. പ്രോബ്ലം സോൾവിങ് ഒരു സ്കില്ലാണ്. ബിസിനസ്സിൽ നമ്മളൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിർബന്ധമാണ്. ഇപ്പം ഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ഉറപ്പായിട്ടും ഡ്രസ്സ് ഒരാൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, 10 ആൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാളിൽ നിന്നും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വരും. ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അത് കണക്ട് ആവുന്നുണ്ടാവും. ചാറ്റ് ബോക്സിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ പറയാം. പല മേഖലയിൽ ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ യെസ്, ഓക്കെ, പറയും ജെനി മേഡം. അത് തീർച്ചയായിട്ടും കാര്യം ഓൺലൈനിൽ മേടിക്കുമ്പോൾ പ്രത്യേകിച്ച് അവരെ ഫോട്ടോ നോക്കിയിട്ട് ഭയങ്കര എക്സ്പെക്ടേഷനിൽ ഇരിക്കും. പക്ഷെ അത് അവർക്ക് കിട്ടുമ്പോഴത്തേക്ക് ചിലപ്പോ പൊട്ടിത്തെറിച്ചുള്ള റിപ്ലൈ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതൊരു ശരിക്കും സാർ പറഞ്ഞൊരു പോയിന്റ് ആണത്. അത് അവരെ നമുക്ക് രണ്ട് രീതിയിൽ റിപ്ലൈ കൊടുക്കാം. ഒന്നെങ്കിൽ അവരിങ്ങോട്ട് പൊട്ടിത്തെറിച്ച് അതേ രീതിയിൽ നമുക്ക് തിരിച്ചു, ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ റിട്ടേൺ പോളിസി ഇല്ലാന്ന്, പിന്നെ നീ എന്താണ് ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയാം. അതേ സമയത്ത് അവരെ കറക്റ്റ് ആയിട്ട് എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് ശരിയായ രീതിയിൽ കേട്ടിട്ട് നമുക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. അത് ഒന്നെങ്കിൽ നിങ്ങൾ റിട്ടേൺ അയക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തു തരാം, നിങ്ങളെ കൊറിയർ ചാർജ് ഒക്കെ നിങ്ങൾ തരണം, ഞങ്ങൾക്ക് വലിയ ലാഭമൊന്നും അതിനകത്തില്ല, നല്ല പോലെ പറഞ്ഞാൽ നല്ല കസ്റ്റമർ ആണെങ്കിൽ അത് കേൾക്കാം. അപ്പം അത് അങ്ങനെ ഒരു ഡീലിംഗ് അവിടെ നടത്തിയാൽ നാളെ പിന്നെ അവർ നമ്മുടെ കസ്റ്റമർ ആയിട്ട് മാറും. അല്ലെങ്കിൽ ആ ഒരു ശരി, ആദ്യത്തെ കേസ് നമുക്ക് കസ്റ്റമർ തന്നെ നഷ്ടപ്പെട്ടു പോകും. യെസ്, ഓക്കെ. രണ്ടാമത്തെ കാര്യത്തില് ഒരു പക്ഷേ ചിലപ്പോൾ അവിടെ ഒരു ലോസ് ഉണ്ടാവാം. ആ ഒരു ലോസ് നമ്മൾ സഹിച്ചാലും ആ കസ്റ്റമർ നമുക്ക് ഫ്യൂച്ചറിൽ അത് നല്ല കസ്റ്റമറായിട്ട് മാറ്റാൻ കഴിയും. അപ്പം പ്രോബ്ലം സോൾവിങ് എന്നുള്ളത് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളെ സ്ട്രെങ്ത് ആയിട്ട് ആർക്കെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയാത്ത വിഷയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. നമ്മൾ നല്ല ക്ഷമ റീപ്ലേസ് ചെയ്യണം. നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് നമ്മൾ സ്ട്രെങ്ത് ആക്കി മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതോടൊപ്പം മറ്റൊരു സാധനമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആളുകളോട് സംസാരിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, എന്താ പറയാ, വോയിസിന്റെ മോഡുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുക അല്ലെങ്കിൽ വളരെ സ്ലോയിൽ, അതൊന്നുമല്ല. കറക്റ്റ് ആയിട്ട് എന്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് കമ്മ്യൂണിക്കേഷൻ അപ്പുറത്തേക്ക് ഒരു ബിസിനസ്സിൽ നിൽക്കുമ്പോൾ പ്രസന്റേഷൻ സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. നോർമൽ സംസാരം എല്ലാവർക്കും പറ്റും. അതിനപ്പുറത്തേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രസന്റ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. അപ്പൊ അത് ഡ്രസ്സ് ആയിക്കോട്ടെ, ക്രാഫ്റ്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ലീഗൽ സ്കില്ല് ആയിക്കോട്ടെ. ഇവിടെ ഇപ്പോൾ ലീഗൽ സ്കില്ല് പറഞ്ഞു. അപ്പൊ ആ ഒരു ലീഗൽ സ്കില്ല് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളൊരു പ്രസന്റേഷന്റെ ഒരു സ്റ്റൈൽ ഉണ്ട്. നമുക്ക് ഒത്തിരി വലിച്ചു നീട്ടിയിട്ട് പറയാൻ വേണമെങ്കിൽ, ഇപ്പൊ ഇവിടെ നേരത്തെ മാഡം ലീഗൽ സ്കില്ലാണ് അവരുടെ പാഷൻ ആക്കി കൊണ്ടുപോകുന്നത് പറഞ്ഞു. അപ്പോൾ ആ ലീഗൽ സ്കില്ലിലേക്ക് പോകുന്ന സമയത്ത് ഒരാളൊരു ഡൗട്ട് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകും. അതിനപ്പുറത്തേക്ക് ഒരാൾ ഇഷ്ടപ്പെടുന്ന എന്തായിരിക്കും, അതിന്റെ പോയിന്റുകൾ മാത്രം കേൾക്കുക, കുറഞ്ഞ സമയത്തിനകത്ത് അത് ചെയ്തു പോകുന്നത്. അപ്പം അതൊരു പ്രസന്റേഷൻ സ്കില്ലാണ്. ഒരു ഒരു പ്രസംഗത്തെ ഒരു മണിക്കൂർ പ്രസംഗിക്കാൻ എളുപ്പമാണ്. അതേ സമയത്ത് 5 മിനിറ്റ് സമയം തന്നിട്ട് നമ്മൾ പ്രസംഗിക്കാൻ പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം 5 മിനിറ്റിനകത്ത് ആ കണ്ടന്റുകൾ കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പം നമ്മളൊരു ബിസിനസ്സിലായി നിൽക്കുന്ന സമയത്ത് പ്രസന്റേഷൻ സ്കില്ല് കസ്റ്റമറെ ആക്കിയെടുക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയാളുടെ ഫസ്റ്റ് നമ്മളോടുള്ള ഇത് മുതൽ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അവിടെ മുതൽ അത് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ അത് ആ കസ്റ്റമറോട് അവസാനിപ്പിക്കല്ല ശരിക്കും ചെയ്യുന്നത്. നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഒരു കസ്റ്റമർ ആദ്യമായിട്ട് വന്നാൽ ആ പ്രൊഡക്റ്റ് കൊടുക്കത്തോട് കസ്റ്റമർ അവസാനിക്കില്ല, ആ കസ്റ്റമർ തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. അവിടെ മുതൽ ആ കസ്റ്റമർ നമ്മളോടൊപ്പം തുടങ്ങുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു തെറ്റിദ്ധാരണ എന്താ, നമ്മളൊരു പ്രൊഡക്റ്റ് വിറ്റ് പൈസ വാങ്ങിയാൽ അത് കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിയല്ല ചെയ്യുന്നത്, അവിടുന്നാണ് തുടക്കം. ഇനി അടുത്തൊരു വർക്കോ അടുത്തൊരു പ്രൊഡക്റ്റോ അടുത്തൊരു സർവീസോ വേണമെങ്കിൽ ഫസ്റ്റ് ചോയ്സ് നമ്മളായി മാറണം. അതായിരിക്കണം നമ്മുടെ പ്രസന്റേഷൻ, അതായിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതായിരിക്കണം നമ്മുടെ ഡീലിംഗ് എന്നുള്ളത്. ആ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്ട്രെങ്ത്തിനെ സ്ട്രെങ്തൻ ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ എവിടെയാണോ ഇപ്പൊ നമ്മൾ 50% ആണെങ്കിൽ 100 ആക്കണം, 90 ആണെങ്കിൽ 100ലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരാൻ പഠിക്കന്നെ, വേറെ ഒന്നും ചെയ്യാനില്ല. നന്നായിട്ട് സംസാരിക്കുന്ന, നന്നായിട്ട് പ്രസന്റേഷൻ ചെയ്യുന്ന ആളുകളുടെ സ്പീച്ചുകൾ കേൾക്കുക. കൂടുതൽ ഒരു തവണ കേട്ടത് ഇഷ്ടപ്പെട്ടാൽ അത് 4, 5, 10 തവണ കേൾക്കുക. അവർ യൂസ് ചെയ്യുന്ന ഭാഷ, അവരുടെ ആക്ഷൻസ്, അവരുടെ ആ ഒരു വോയിസ് മോഡുലേഷൻ സ്റ്റൈല്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ചെയ്തു വരുന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതേപോലെ മറ്റൊരു സ്കില്ല് വരും ടെക്നിക്കൽ സ്കില്ലാണ്. ടെക്നിക്കൽ സ്കില്ലാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓരോ ടൂൾസ് പഠിക്കുക എന്നുള്ളതൊക്കെ, സോഷ്യൽ മീഡിയയുടെ ടൂൾസ് ഒക്കെ പഠിക്കുക. അത് പരമാവധി നമ്മൾ സമയം കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒറ്റയടിക്ക് എല്ലാവർക്കും ഭയങ്കര സെറ്റായിട്ട് ചെയ്യാനൊന്നും കഴിയില്ല. എന്നാലും ഇപ്പൊ സൂം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതോടൊപ്പം മറ്റു പല ടൂൾസ് ഉപയോഗിക്കുന്നു. അതേപോലെ സമയം കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിനും സമയം കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളെ സ്ട്രെങ്തനിൽ വളരെ പ്രധാനമാണ്. കാരണം എല്ലാത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് പ്രയാസമാണ്. ഇപ്പം നമ്മളൊരു പോസ്റ്റർ നമുക്ക് വേണം, ഇപ്പം വരുന്ന ക്രിസ്മസിന് ഒരു പോസ്റ്റർ വേണം. അപ്പം അതിന് ഒരാളെ ഡിപ്പെൻഡ് ചെയ്താൽ ഒരു 200 രൂപ മിനിമം ഒരു പോസ്റ്റർ കൊടുക്കണം. അയാൾ ചെയ്യാൻ എന്താണ്, ക്യാൻവയിൽ ഒരു ടെംപ്ലേറ്റ്സ് ഉണ്ടാവും, അതുമേ നമ്മുടെ ലോഗോ ആഡ് ചെയ്തിട്ട് അയച്ച് ഒരു 200 രൂപ വാങ്ങിക്കും. അപ്പൊ അതേ സമയത്ത് ക്യാൻവ ശരിക്കും നമ്മുടെ സിസ്റ്റത്തിലോ മൊബൈലിലോ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ടെംപ്ലേറ്റ്സ് എടുത്തിട്ട് അതുമ്പോൾ നമ്മുടെ ലോഗോ ആഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷനായി. നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യാം, നമ്മുടെ ലോഗോ ആഡ് ചെയ്യാം, ആ ഹാപ്പി ക്രിസ്മസ് എന്നുള്ളത് ഓൾറെഡി സെറ്റ് ആക്കി വെച്ച വീഡിയോ ഉണ്ടാവാം, പോസ്റ്റർ ഉണ്ടാവാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ പേര് ഇത് ആഡ് ചെയ്യാനേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് എന്ത് ചെയ്യുക, പഠിക്കാൻ കഴിയുക. അപ്പൊ അങ്ങനെ 1, 2, 5, 10 ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ സ്കിൽ അതിനകത്ത് ഡെവലപ്പ് ചെയ്യും. അപ്പം ഇതൊക്കെ തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ തുടങ്ങണം, ഓരോന്നായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരും. അതേപോലെ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഈ ടെക്നിക്കൽ റിലേറ്റഡ് ആണ്. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ കൊടുക്കേണ്ടത്, നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത്, ഏത് സമയത്ത് കൊടുക്കണം, ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ കൊടുക്കണം, എങ്ങനെയൊക്കെ സ്റ്റോറി ഇടേണ്ടത്, റീൽസ് ചെയ്യേണ്ടത്, ഇങ്ങനെ ആ സോഷ്യൽ മീഡിയ നോളജ് ഉണ്ടല്ലോ. അത് ഇപ്പൊ ഞാൻ പറയുമ്പോൾ 11 മണിക്ക് ഇടാൻ പറയും, ചിലർ 2 മണിക്ക്, അങ്ങനെ ടൈമില്ല. ഓരോരുത്തരുടെയും ഇപ്പം സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടാൽ നമ്മളത് വാച്ച് ചെയ്യുക. എങ്ങനെ, എന്റെ ഏത് സമയത്ത് ഇടുമ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്. അപ്പം എനിക്ക് രാത്രി 8 മണിക്ക് ഇട്ടാലാണ് കൂടുതൽ ആൾക്കെങ്കിൽ അപ്പൊ ഞാൻ എന്ത് മനസ്സിലാക്കണം, എന്റെ ഓഡിയൻസ് ഫ്രീ ആവുന്ന സമയം രാത്രി 8 മണിയാണ്. അപ്പൊ ഞാൻ ഇനി എന്റെ വീഡിയോ ആ സമയത്ത് ഇട്ടാൽ മതി. ഓരോരുത്തർക്കും ഓരോ ടൈം ആയിരിക്കും. അങ്ങനെ പരീക്ഷണം നടത്തിയിട്ടാണ് അതൊക്കെ തീരുമാനിക്കുക. അതല്ലാതെ അതിനൊരു സ്പെസിഫിക് ടൈം പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ അതിലൊരു സ്കിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ, അത് സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ നോളജ് ഡെവലപ്പായി നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അടുത്ത ആഴ്ചത്തെ എന്റെ
തിങ്കളാഴ്ചത്തെ വീഡിയോ എത്ര മണിക്കാണ് റിലീസ് ആവേണ്ടത്, ചൊവ്വാഴ്ച എത്ര മണിക്ക്, ഓൾറെഡി ഷെഡ്യൂൾ ആക്കി വെച്ചാൽ ഒറ്റ തവണ വെച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി അത് ആ സമയമാകുമ്പോൾ പൊക്കോളും. പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ പോസ്റ്റേഴ്സും റീൽസും ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ മറ്റൊന്നാണ് ടീച്ചിങ് എന്നുള്ളത്. ടീച്ചിങ് മീൻസ് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള നമ്മുടെ കഴിവാണ്. ഇപ്പൊ നമ്മുടെ അണ്ടറിൽ ഒരു ടീം ഉണ്ടെന്ന് കരുതുക. ആ ടീമിന് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളത് അവിടെ ടീച്ചിങ് സ്കിൽ എന്ന് പറയുന്നത്. ദെൻ ഓർഗനൈസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു ബിസിനസ് ആയി നിൽക്കുന്ന സമയത്ത് പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ഒറ്റക്കാണ് ചെയ്യുന്നതെങ്കിൽ കൂടി ഇപ്പം കൊറിയർ ചെയ്ത് കൊടുക്കേണ്ട സാധനമാണെങ്കിൽ ഓർഡർ വരുന്നു, ഓർഡർ വന്നു കഴിഞ്ഞാൽ ആ ഓർഡർ കറക്റ്റ് ആയിട്ട് സമയത്തിന് ഇന്ന ആളടുത്ത് എത്തി എന്നത് ഉറപ്പ് വരുന്നു. പലപ്പോഴും ഓൺലൈനിൽ കാണുന്ന ഏറ്റവും വലിയ വിഷയമാണെന്ത്, ഒരു നാളെയാണ് ഫംഗ്ഷൻ എങ്കിൽ ആ ഫംഗ്ഷന് വേണ്ടിയിട്ടേക്കാരും ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടാവുക, ഇന്നെങ്കിലും കിട്ടണമല്ലോ. പക്ഷെ ഇന്നും വൈകുന്നേരമായിട്ടും കാണാത്തപ്പോൾ വിളിച്ചു നോക്കുമ്പോഴേക്കാരും അത് വേറെ ആർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടാവുക. അവിടെ എന്താ പ്രശ്നം? ഓർഗനൈസിങ് വന്ന വീഴ്ചയാണ്. കാരണം ഓർഡർ ചെയ്ത ആള് മാറിയിട്ട് വേറെ ആൾ അഡ്രസ് സാധനം അയച്ചു കൊടുത്തത്. പിന്നെ ജന്മത്തിൽ ആ ടീമിന് ഓർഡർ കൊടുക്കുവാണെങ്കിലും അവരുടെ അണ്ടറിൽ വരുന്ന കമന്റുകൾ എന്തായിരിക്കും? വളരെ മോശം കമന്റുകളല്ലായിരിക്കും. അപ്പോൾ ഒരു ഓർഗനൈസിങ് വളരെ ഇമ്പോർട്ടൻ്റാ. ആരാണോ ഓർഡർ അയച്ചത് അവരെ കറക്റ്റ് ആയിട്ട് എന്തിലേക്ക് എഴുതണം, അത് നോക്കിയിട്ട് ആരാണോ പാക്ക് ചെയ്യേണ്ടത്, ആരാണോ അത് കൊറിയർ ചെയ്യേണ്ടത്, അതിനൊരു ഓർഗനൈസിങ് കഴിവാണ്. കറക്റ്റ് ആ ഒരു സിസ്റ്റം ഓർഗനൈസ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവ് അത് സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് വേണം. നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, തുടങ്ങാൻ വേണ്ടി പോകുന്നുള്ളെങ്കിൽ പോലും തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആ സിസ്റ്റത്തിൽ പോകാൻ കഴിയണം. എല്ലാം കൂടി നമ്മളാ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിൽ ആദ്യം ചെയ്യേണ്ടത്, സെക്കൻഡ് ചെയ്യേണ്ടത്, തേർഡ് ചെയ്യേണ്ടത്, ഫോർത്ത് ചെയ്യേണ്ടത്. ഇപ്പം ആദ്യം ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ ആ എൻക്വയറിയെ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? അവര് ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോവാണെങ്കിൽ അതൊരു തീരുമാനമാണ്. പിന്നെ അതേ പോകാൻ പാടുള്ളൂ. ടെക്സ്റ്റ് മെസ്സേജ് പോവാ, അതിന് റിപ്ലൈ തന്നു കഴിഞ്ഞാൽ സെക്കൻഡ് നമ്മുടെ വോയിസ് പോകണം. അതിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് ബൈ കോൾ ആണെങ്കിൽ കോള് സംസാരിക്കണം. ദെൻ ഓക്കെ ആണെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യിക്കണം. ഇങ്ങനെ നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ആദ്യം 1, 2, 3, 5, 10 ഓർഡറൊക്കെ വരുമ്പോൾ സിസ്റ്റം ചെയ്യും. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഓർഡറിലേക്ക് എത്തുമ്പോൾ ഒരാളെ റീപ്ലേസ് ചെയ്യുമ്പോൾ അയാൾ ഈ സിസ്റ്റം അങ്ങോട്ട് ഫോളോ ചെയ്തോളും. അയാൾക്ക് പിന്നെ അവിടെ പണിയൊന്നുമില്ല. ആ സിസ്റ്റം ഇല്ലെങ്കിലോ അയാളെയും കൂടി നമ്മൾ മാനേജ് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പൊ അത് നമുക്ക് കൂടുതൽ തലവേദന ആവുക ചെയ്യുക. അപ്പം ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി എന്നുള്ളത് നമ്മൾ സ്ട്രെങ്തൻ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ എന്തിലേക്കാണോ പോകുന്നത് അവിടെ ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി വേണം. ദെൻ സെല്ലിംഗ് സ്കിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ആളുകളിലേക്ക് സെല്ല് ചെയ്യുക, ആളുകളുടെ പോക്കറ്റിലെ പൈസ വാങ്ങിക്കാൻ എന്നുള്ളത് അതൊരു സെല്ലിംഗ് സ്കില്ലാണ്. പല ആളുകൾക്കും അതിലാണ് പ്രയാസം. എന്ത് പ്രൊഡക്റ്റ് കൊടുത്താലും എന്ത് വാങ്ങിക്കാൻ പ്രയാസമാണ്? പൈസ വാങ്ങി. ഇതിനകത്ത് തന്നെയുള്ള പല ആളുകളും എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അറിയാം, പക്ഷെ പൈസ വാങ്ങിക്കാൻ എനിക്ക് എന്തല്ല ഇഷ്ടമല്ല, ചോദിക്കാൻ മടിയാണ് ഞാൻ. അങ്ങനെയല്ല. നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മുടെ നോളജ് ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് വെർത്താണല്ലോ. നമ്മൾ വെറുതെ കിട്ടുന്ന നോളജ് അല്ലല്ലോ. നമ്മൾ ഒത്തിരി സമയവും ഒത്തിരി പൈസയും ചെലവഴിച്ചിട്ടായിരിക്കും. ഇപ്പം സ്റ്റിച്ചിങ് പഠിച്ചത് അങ്ങനെ ആയിരിക്കാം. ഒരാൾക്ക് ഫ്രീ ആയി സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മൾ നമ്മുടെ സമയവും പൈസയും കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ സ്കില്ലാണ്. ആ സ്കില്ല് വെച്ച് ഒരു സാധനം സ്റ്റിച്ച് ചെയ്താൽ അതിന് വാല്യൂ ആയ പൈസ വാങ്ങിക്കുന്നതിൽ എന്താണ് തെറ്റ്? അപ്പം സെല്ലിംഗ് എന്നുള്ളതൊരു സ്കില്ലാണ്. അപ്പം അത് ശരിയായ രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റിന് എന്ത് വാല്യൂ ആണോ മാർക്കറ്റിൽ, ആ വാല്യൂവിനനുസരിച്ച് അത് വിൽക്കാൻ കഴിയുക എന്നുള്ളത്. എപ്പോഴും ഒരു പ്രീമിയം മൈൻഡ് സെറ്റിൽ വിൽക്കാൻ പറ്റുക. അതായത് പലപ്പോഴും നമുക്ക് നമ്മളെ വാല്യൂ അറിയാത്തൊരു പ്രശ്നമുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസിന്റെ വാല്യൂ അറിയാത്തൊരു പ്രശ്നമുണ്ട്. നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. നമ്മളുടെ അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്ത, നോളജ് ഇല്ലാത്ത, സ്കിൽ ഇല്ലാത്ത ആളുകൾ വലിയ പൈസക്ക് അവരുടെ പ്രൊഡക്റ്റ് വെക്കുമ്പോൾ നമ്മളിപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റിന് പൈസ വാങ്ങിക്കാൻ വരെ മടിച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇതിപ്പോ എങ്ങനെ പൈസ വാങ്ങിക്കാൻ കരുതിയിട്ട്. അവിടെ ബിസിനസ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. സെല്ലിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതൊരു സ്ട്രെങ്ത് ആക്കി മാറ്റണം. അപ്പോഴേ ബിസിനസ്സിൽ നമുക്ക് സക്സസ് ആവാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ബിസിനസ് ആണെന്നൊക്കെ പറയും, പക്ഷെ നമുക്ക് കാര്യമായിട്ട് സമയവും പൈസയും ചെലവഴിക്കാന്നുള്ളത് ഏണിങ്സ് വളരെ കുറവായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയല്ല. ബിസിനസ് ചെയ്യുമ്പോൾ അത് ഏണിങ്സ് ഉണ്ടാവണം. ഏണിങ്സ് ഉണ്ടാവണമെങ്കിൽ കറക്റ്റ് കാൽക്കുലേഷനും ചെയ്തതിന്റെ പൈസ വാങ്ങിക്കാനും കറക്റ്റായിട്ട് ചോദിച്ച് മേടിക്കാനും നമുക്ക് കഴിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അതോടൊപ്പം ലീഡർഷിപ്പ് സ്കിൽ എന്നുള്ളത് വളരെ, നമ്മളൊരു പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ലീഡർഷിപ്പ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. കാരണം അതൊരു സ്ട്രെങ്ത് ആണ്. നമ്മൾ താഴത്തെ ഒരു ടീം വരുമ്പോൾ നമുക്ക് അവരെ ലീഡ് ചെയ്യാനുള്ള കഴിവ്. പല ആളുകളുടെയും വലിയൊരു പ്രയാസം എന്താ വെച്ചാൽ പണിക്കാരെ മാനേജ് ചെയ്യാൻ പറ്റാത്ത പ്രയാസങ്ങൾ പലപ്പോഴും പലരും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ക്ലയന്റ് ഉണ്ട്, 4-5 സ്ഥാപനങ്ങൾ അവർക്കുണ്ട്. അവര് എപ്പോഴും വിളിച്ചു പറയുന്നൊരു കേസ് എന്താ വെച്ചാൽ സ്റ്റാഫ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വരുന്നുണ്ട്. അവര് പോകുന്നു, ശമ്പളം കൊടുക്കുന്നതല്ലാതെ അവർക്ക് എന്താണ് പണി ചെയ്യേണ്ടത് അവർക്കും അറിയുന്നില്ല, അവരെന്താ ചെയ്യുന്നത് എനിക്കും അറിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പം അത് കറക്റ്റ് അവരെ മാനേജ് ചെയ്യാനെങ്കിൽ നമുക്കൊരു ലീഡർഷിപ്പ് സ്കിൽ ഉണ്ട്. ഓരോ ദിവസവും വൈകുന്നേരം അവരുടെ റിപ്പോർട്ട് കളക്ട് ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ ചെയ്തു. അതൊരു കഴിവാണ്. ആ ഒരു സ്കില്ല് നമുക്ക് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാഫിന് മാനേജ് ചെയ്യാൻ കഴിയില്ല.
അപ്പൊ ഇതൊക്കെ സ്ട്രെങ്തൻ ചെയ്യേണ്ട, ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം നമ്മളൊരു പുതിയ സംഭവത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഇനി അതൊക്കെ പോട്ടെ, നിഷ് ഫൈനലാക്കാൻ ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ നിഷാക്കി മാറ്റാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ നന്നായിട്ടുണ്ട്, അത് ഇംഗ്ലീഷിലാണെങ്കിൽ അവർക്ക് അത് ഇംഗ്ലീഷിനെ സെല് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ ടെക്നിക്കൽ സ്കിൽ നന്നായിട്ടുണ്ടെങ്കിൽ അതിനൊരു കോഴ്സ് ആക്കിയിട്ടോ അതിനെ ഏതെങ്കിലും രീതിയിലോ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു നിഷിനെ ഫൈനലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതൊക്കെ നമുക്ക് യെസ് ഓക്കെ അലിന ഇറങ്ങിക്കോളും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ നിഷിൽ കൂടി കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനകത്ത് ഈ പറയുന്നതിൽ എല്ലാ സ്ട്രെങ്ത്തും ഉണ്ട് എന്നുള്ള ആളുകൾ, അല്ലെങ്കിൽ ഏതൊക്കെ സ്ട്രെങ്ത് ഉണ്ട് ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 6 ഇവിടെ 10 സ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിലില്ലാത്തതും ഉള്ളതും ഒന്ന് ചാറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യൂ. യെസ് അലീന മേഡം ഇറങ്ങിക്കോളൂ. ഓക്കെ, ഓരോരുത്തരുടെ സ്കില്ലൊന്നും ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഇന്ന സ്കില്ലുകൾ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നതില്ല. ഒന്ന് ടൈപ്പിൽ വരാൻ വേണ്ടി പറ്റുമോ? ഒന്ന് ടൈപ്പ് ചെയ്യൂ. യെസ്, ഉറങ്ങിയല്ലാരും ടൈപ്പിൽ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. ഓരോരുത്തരുടെ പറയുന്ന എനിക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ, സ്ക്രീനിൽ നമുക്ക് കാണുന്നുണ്ട് നമ്മുടെ സ്ട്രെങ്ത്തുകൾ. ഈ സ്ട്രെങ്ത്തുകൾ ഏതൊക്കെ ആർക്കൊക്കെ ഉണ്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ക്രിയേറ്റിവിറ്റി ഉണ്ടോ, പ്രോബ്ലം സോൾവിങ് ഉണ്ടോ? യെസ്, ഒന്ന് വരട്ടെ. ആരും വരുന്ന കാണില്ല. ആരെങ്കിലും ഞാൻ കാണായിട്ടാണോ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട്? ചെയ്യായിട്ടാണോ? ഇല്ല, ആരും ചെയ്തിട്ടില്ല. അല്ല, എന്താണെന്നുള്ള ആലോചിക്കുക. അത് അങ്ങനെ. ഓക്കെ നോക്കിക്കോളൂ. എനിക്ക് എന്താ പറയാ, ഉണ്ടെന്ന് ഉറപ്പുള്ള 100% എനിക്ക് ഇന്ന സ്കില്ല് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെങ്ത് ഉണ്ടെന്ന് ഉറപ്പുള്ളത് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്യാലോ. എനിക്ക് ഉള്ളത് റെഗുലർ ആയിട്ട് കൺസിസ്റ്റൻസി ആണ് എനിക്ക് പ്രോബ്ലം വരുന്നത്. അത് ഇല്ലാത്തത് അല്ലേ? സ്റ്റാഫിന്റെ ഷോർട്ട്. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം സോൾവിങ്ങും ഉണ്ട് ശ്രീദേവിക്ക്. ഓക്കെ, വെരി ഗുഡ്. ബാക്കിയുള്ളവർ കൂടി ഒന്ന് ചെയ്യൂ. ജനി മാഡത്തിന് ഏറെക്കുറെ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കൺസിസ്റ്റൻസി ആണ് പ്രശ്നം. ഓക്കെ, എവിടെ ബാക്കിയുള്ള എല്ലാവരും? ശ്രവി മാഡം എവിടെ? മൈക്ക് ഓപ്പൺ ചെയ്ത് പറഞ്ഞാലും മതി മാഡം, ടൈപ്പ് ചെയ്യണില്ലെങ്കിൽ. സോഷ്യൽ ഓക്കെ, സോഷ്യൽ ടെക്നിക്കൽ എമ്പതി ഇല്ല. ഓക്കെ, സോഷ്യൽ ടെക്നിക്കൽ എമ്പതി ഇല്ല, ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, ദെൻ ഓരോരുത്തരും ആലോചിക്കാൻ തോന്നുന്നുണ്ട്. സെല്ലിംഗ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നാ ഇല്ല എന്നാ സനൽ? ഉണ്ട് എന്നാണ് അല്ലേ? ഓക്കെ സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഞാൻ ഈ 3 കാര്യങ്ങൾ എഴുതിയേക്കണത് സോഷ്യൽ, സാർ എന്താ അതിൽ നിന്ന് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് അത് സാർ പറയുമ്പോൾ അതിന് ആൻസർ ചെയ്യാം എങ്ങനെയാണെന്ന്. ഒന്നുമില്ല, ഈ പറയുന്ന സ്ട്രെങ്ത്തിൽ നമുക്ക് ഉള്ളതും ഇല്ലാത്തതും ഉണ്ടാവുമല്ലോ. അതിൽ സോഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു യൂട്യൂബർക്ക് ഏറ്റവും അത്യാവശ്യം അതാണ്. പക്ഷെ എന്താണ് ഇതിൽ സാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവണില്ല. സോഷ്യൽ ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോ അതല്ലേ ആവശ്യം. പല രീതിയിൽ അതിനെടുക്കാം. ഒന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇപ്പം റീൽസ് ഇടണം, അല്ലെങ്കിൽ പോസ്റ്റ് ഇടണം, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അതൊക്കെ എപ്പോ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതിന്റെ നോളജ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ചോദിച്ചത്. അതിനൊരു കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഇത്ര വീഡിയോസ് ഉണ്ടാവണം, അതിനെ കുറിച്ച് അറിയില്ല. അതൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതെ. പിന്നെ എമ്പതി എന്ന് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? സിമ്പതിയുടെ ഓപ്പോസിറ്റ്. അതൊക്കെ അതൊട്ടുമില്ല. സിമ്പതിയുടെ ഓപ്പോസിറ്റ് എന്താ വരിക? ഓക്കെ. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാഡം, സെല്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിംഗ് ആണോ സാർ ഉദ്ദേശിച്ചത്? ഏത് സെല്ലിംഗ്? അല്ല, സെയിൽ ചെയ്യുക. ഒരു നമ്മള് പ്രൊഡക്റ്റിനെ വിൽക്കുക, പൈസ വാങ്ങിച്ച് വിൽക്കുക. മാർക്കറ്റിംഗ് പരസ്യം കൊടുക്കല്ലേ? അതും ഇല്ല. ഓക്കെ, അത് ശരിയാണ്. എമ്പതി എന്ന് പറയാം. എമ്പതിയും സിമ്പതി എന്ന് പറഞ്ഞാൽ, സിമ്പതി ഇപ്പൊ നമ്മൾ ഒരാൾ പ്രയാസപ്പെടുമ്പോ അയാളോട് സിമ്പതി കാണിക്കണം, അല്ലെ? അതെ. ഒരാൾ പ്രയാസം അങ്ങനെ പറയുമ്പോ നമുക്ക് അയാളെ കൂടെ കൂടിയിട്ട് അയ്യോ പാവം അല്ലേ, അത് ശരിക്കും അയാൾക്ക് വേണ്ടത് സിമ്പതി ആണോ? ഒരാൾ പ്രയാസം പറയുമ്പോ ഡൗൺ ആയി പോകുന്നത്.
കൂടുതൽ ഡൗൺ ആവുക ചെയ്യല്ലേ. അതെ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണ്, ഒരാളെ പ്രയാസം പറയുമ്പോ അയ്യോ ശരിയല്ലേ പാവം നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നല്ലേ, കൂടുതൽ അയാളെ കൂടെ നിന്നിട്ട് ഇങ്ങനെ അയാൾക്ക് വേണ്ടത് അവിടെ എന്താണ്, സപ്പോർട്ടാണ് വേണ്ടത് അല്ലെ, സ്ട്രോങ് സപ്പോർട്ടാണ് വേണ്ടത്. അതെനിക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മീനിങ് ഫുൾ അറിയാണ്ട് പറഞ്ഞതാണ്. ഓക്കെ സോറി. വെരി ഗുഡ്. ഓക്കെ, അത് സിമ്പതിയുടെ ഓപ്പോസിറ്റ് ആണ് എമ്പതി. സിമ്പതി എല്ലാവർക്കും കൊടുക്കാൻ കഴിയും. ഓക്കെ, ഒരാള് ഒരു ഭക്ഷണത്തിന് പൈസ ഇല്ലാന്ന് പറയാൻ പാവം പട്ടിണിയാണല്ലേ, കൊടുക്കാൻ പറ്റത്തില്ല. അതെ അതെ ഓക്കെ പാവം പട്ടിണിയാണല്ലേ പറഞ്ഞാൽ അയാളെ കൂടെ സിമ്പതി പറയാം. അതേ സമയത്ത് അയാൾക്ക് ഒരു 100 രൂപ എടുത്തു കൊടുത്തിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതെന്താണ്, എമ്പതിയാണ്. ഓക്കെ ഓക്കെ, അതെന്താന്നറിയോ സംശയം വന്നത്? ഈ പറയൂ. മനഃശക്തി രൂപീകരണത്തിന്റെ സാറ് പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്താൽ, ഇപ്പൊ സാറ് ഈ പറഞ്ഞ പോലെ ചെയ്താൽ അത് ഈഗോ വർക്കൗട്ട് ആവണം. ഞങ്ങൾ ഈഗോയാണ്, ഈഗോയിസ്റ്റ് ആയ ആൾക്കാർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ സൈലന്റ് ആയി. ഏത് അതായത് ഇപ്പൊ സിമ്പതി കാണിച്ചിട്ട് സഹതപിച്ചുകൊണ്ട് ഒരു നേരത്തെ ഊണ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വഴി അങ്ങനെയൊക്കെ ചെയ്ത് അത് ഈഗോയാണ്, അത് ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ അതായത് വഴിയിലുള്ള ആൾ അത് പറഞ്ഞതിൽ ഒരു പോയിന്റ് എന്താ വെച്ചാൽ അത് ചെയ്തിട്ട് അത് ഒന്നാമത് ഒന്നാമത് ഒരു കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പം ഒരാളും അറിയാതെ ചെയ്യുക, അതാണ് അതെ, അതാണ് പുള്ളി പറയുന്നത്. ഇപ്പൊ നമ്മള് അത് ചെയ്യുന്നത് ഇപ്പൊ ഒരു പൊതുസ്ഥലത്ത് നിന്ന് ചെയ്യുവാണെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ട് അത് ഈഗോയാണ് എന്ന് പറഞ്ഞു. അല്ല, അതിനകത്തും 2 കാര്യങ്ങൾ പറയാം നമുക്ക്. ഒന്നെന്താണെന്നറിയാം, അത് ചെയ്തത് വിളിച്ചു പറഞ്ഞാലല്ലേ മാം പറഞ്ഞതുപോലെ ശരിയാവുക. വിളിച്ചു പറയാണ്ട് ചെയ്താലും ഈഗോ ആവില്ലല്ലോ. ഒരിക്കലും ഇല്ലല്ലോ. അതായത് ആരും അറിയാതെ ചെയ്യണം എന്നുള്ളതാണ് കറക്റ്റ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഈ പാവങ്ങൾ അങ്ങനെ ചെയ്യുന്ന, എന്താന്നറിയാം ഗുളിയനാ. ഹലോ, ഒന്ന് മൈക്ക് ഓഫ് ചെയ്യണം ജയശ്രീ മാഡം. നമ്മള് ഇപ്പം ഒരാള് ഇപ്പം വഴിവെക്കിരിക്കുന്ന ആൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊരു പോസിറ്റീവ് എന്താന്ന് വെച്ചാല്, നാളെ ഒന്നുകിൽ വളർന്നു വരുന്ന മക്കൾക്ക് എന്ത് ചെയ്യും, അതൊരു ഇൻസ്പിറേഷൻ കിട്ടും. അത് ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ നമുക്കുള്ളിൽ ഇത് ചെയ്യണം തോന്നും. ഓക്കെ, അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കൂടി അതിനകത്തുണ്ട്. അത് അയാളുടെ ലക്ഷ്യം എന്താണെന്നുള്ളതിനനുസരിച്ചാണ് ഈഗോ അത് ഓരോരുത്തരുടെ ലക്ഷ്യം പോലെയാണ്. അത്രേ ഉള്ളൂ. ഇതിനകത്തൊരു ഇൻസ്പിറേഷൻ, നമുക്കൊക്കെ ഇത് കാണുമ്പോൾ അവരോടൊരു നമുക്കൊരു ഇത് വരുന്നില്ലേ, ആ ചെയ്യുന്ന ആളുകളോട് നമുക്കൊരു ഇഷ്ടം തോന്നും, അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. അതിന്റെ അകത്തെ ഒരു കാര്യം, ഇപ്പൊ ഒരു പാവം ഒരാള് വീട് വെച്ച് കൊടുക്കാൻ പോകുന്നതിനെ കുറിച്ച് അയാളോട് സംസാരിക്കുവാന്ന് വെച്ചോ, അത് വീഡിയോ എടുത്തിടുന്നു. അതിന്റെ അകത്ത് 2 ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരനെ കൊണ്ട് എന്തായാലും ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ വീഡിയോ ഒക്കെ ഇടുമ്പോ മറ്റുള്ള ആളുകളും കൂടെ സഹായിച്ച എല്ലാരും കൂടെ ചേർന്ന് ചെയ്യാം. അത് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ട് പിന്നെ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്യാറുണ്ട്. അത് ഓരോരുത്തരുടെ ലക്ഷ്യത്തിനനുസരിച്ചാണ്. അത്രേ ഉള്ളൂ. ആ ഈഗോ ആണോ മറ്റുള്ളത് ഓരോരുത്തരുടെ ലക്ഷ്യത്തിനനുസരിച്ച്. എനിവേ, ഓക്കെ, താങ്ക് യു. എല്ലാവരും അവരുടേതായ ഒരു സ്ട്രെങ്ത്, ഞാൻ പറഞ്ഞ സ്ട്രെങ്ത്തുകൾ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഏതൊക്കെ നമുക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ 40% 50% നിൽക്കുന്നുണ്ടാവും. ഇതിനൊക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് ഇതന്നെ പഠിക്കുക എന്ന് പറയുന്നത്. നമ്മളിവിടെ കേൾക്കാനപ്പുറത്തേക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഓരോരുത്തരും ഇല്ലാത്തതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. സെല്ലിംഗ് സ്കില്ല് നിർബന്ധമായിട്ട് നമുക്ക് വേണം. നേരത്തെ പറഞ്ഞ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് നിർബന്ധമാണ്. നമ്മൾ ഹരിബരി ആവുന്ന സ്വഭാവം കാണിക്കാതെ എല്ലാത്തിനെയും നന്നായിട്ട് മനസ്സിലാക്കി ഡീൽ ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് മാറണം. ഒത്തിരി ആളുകളിലേക്ക് ഒരു പ്രോബ്ലത്തെ ഷെയർ ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മളെ തന്നെ ഒതുക്കി തീർത്തിട്ട് അതിനെ പതുക്കെ സൊല്യൂഷൻ കൊടുക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. അത് ബിസിനസ്സിൽ നല്ലോണം വേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സോഷ്യൽ മീഡിയ, ടെക്നിക്കൽ നോളജ്, ഇതൊക്കെ നമ്മൾ പതുക്കെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനൊക്കെ സമയം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ടാണ് അത്രയും സ്ട്രെങ്ത് നമുക്ക് വേണമെന്ന് പറയുന്നത്. ഞാൻ വീക്ക്നെസ്സിനെ പറ്റി ഇവിടെ ചോദിച്ചിട്ടില്ല. ഓരോരുത്തരും ഇവിടെ ജെനിമേഡം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കൺസിസ്റ്റൻസി ഒരു വീക്ക്നെസ് ആണെന്നുള്ളത്. ഓരോരുത്തരും അവരുടെ വീക്ക്നെസ് കൂടി ഒന്ന് കറക്റ്റ് ആയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയാൽ ബെറ്റർ ആണ്. സ്ട്രെങ്ത് നിങ്ങൾ എഴുതണം, വീക്ക്നെസ്സും എഴുതണം. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നാണ് ഞാൻ പറയാ. സ്ട്രെങ്ത് സ്വന്തമായിട്ട് എഴുതി നോക്കുക, അതേപോലെ വീക്ക്നെസ്സും എഴുതി നോക്കുക. വീക്ക്നെസ്സുകൾ ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രമിച്ചു നോക്കുക. എൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്. അത് ടൈം മാനേജ്മെന്റ് ഭയങ്കര പ്രശ്നമുള്ള ആളുകൾ ഉണ്ടാവും, അപ്പൊ അതിന് സൊല്യൂഷൻ കാണണം. അതേപോലെ നേരത്തെ എഴുന്നേക്കാൻ പ്രയാസപ്പെടുന്നവര്, നേരത്തെ ഉറങ്ങാൻ, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള വീക്ക്നെസിന്റെ ഓപ്ഷൻസ് ഓപ്ഷൻസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓപ്ഷൻസ് എന്തൊക്കെയാന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെ എഴുതണം എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയുണ്ട്. അല്ല, വീക്ക്നെസിന്റെ ഓപ്ഷൻസ് ഇപ്പം പറയുകയാണെങ്കിൽ ഒന്ന് കൺസിസ്റ്റൻസി ആണ്. ഞാൻ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കാണിച്ചതാണ്. കൺസിസ്റ്റൻസി, അതായത് ഒരു കാര്യം ചെയ്യുന്നത് സ്ഥിരമായിട്ട് ചെയ്യാന്നുള്ളത് അറിയില്ല. ഒരിക്കൽ ചെയ്യും, നാളെ ചെയ്യില്ല.
ഇപ്പൊ ഇന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടാവും, നാളെ ചെയ്തിട്ടുണ്ടാവില്ല. ഇന്ന് വീഡിയോ ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ടാവും, നാളെ ചെയ്തിട്ടുണ്ടാവില്ല. അത് വീക്ക്നെസ് ആണ്. ഓക്കെ, കൺസിസ്റ്റൻസി പ്രശ്നമാണ്. ദെൻ അതേപോലെ വീക്ക്നെസ്സിൽ മറ്റൊരു കാര്യമാണ് എന്ത്, ടൈമിങ്, ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ് ചെയ്യാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതേപോലെ ഏതാണ് കേട്ടില്ല. അത് ഒരാൾ പോലും ഉണ്ടാവില്ല അതിനെ മാനേജ് ചെയ്യാൻ. ടൈം മാനേജ്മെന്റ് കാര്യത്തിൽ ഭയങ്കര പ്രയാസമുള്ള ആളുകളെ കാരണം. അതേപോലെ സ്ക്രോളിംഗ് ടൈം, സ്ക്രോളിംഗ്, സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്, അതിന് കൂടുതൽ സമയം കൊടുക്കുക, അതൊരു വീക്ക്നെസ് ആണ്. നമ്മളൊരു കാര്യം, ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അതുപോലെ അങ്ങനെ ഇരുന്നു, 2 മിനിറ്റിന് വേണ്ടി എടുത്ത സാധനക്കാരൻ 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റായി, അരമണിക്കൂറായി, നമ്മൾ അറിയാതെ അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു വീക്ക്നെസ് ആണ്, നമ്മളത് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇതേപോലെ ഓരോരുത്തർക്കും. അതേപോലെ എന്താ പറയാ, രഹസ്യം സൂക്ഷിക്കാൻ അറിയാത്തത്, അതൊരു വീക്ക്നെസ് ആണ്. ആരോട് എന്തൊക്കെ പറയണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല, എല്ലാരോടും എല്ലതും പറയും. നാളെ അത് വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടാവും, അതൊരു പ്രശ്നമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം, പറയേണ്ടതേ പറയാൻ പാടുള്ളൂ. ഇങ്ങനെ എന്താ പേര് ഉപയോഗിക്കുക? രഹസ്യങ്ങൾ സൂക്ഷിക്കുക. എന്താണ് സീക്രസി. സീക്രസി. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാവർക്കും പോകുന്നില്ല, ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. ഓരോരുത്തരും ചാറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് ഇടുകയാണെങ്കിൽ ബെറ്റർ ആയി. ഓരോരുത്തരും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം, ഓരോരുത്തരുടെ വീക്ക്നെസ് ഒന്ന്. സാർ പറഞ്ഞു കൺസിസ്റ്റൻസി, ടൈം മാനേജ്മെന്റ്, സ്ക്രോളിംഗ് ആൻഡ് സീക്രസി. പിന്നെന്താ? ഇപ്പൊ തന്നെ കേൾപ്പിച്ചു തരാം. ഓരോരുത്തരുടെ വീക്ക്നെസ് ഒന്ന് ഇടൂ. മോഹൻദാസ് സാർ തട്ടിക്കണ്, കിട്ടാനുള്ള പൈസ ചോദിക്കാൻ മടിയാണ് എന്റെ വീക്ക്നെസ്. അതായത് പെൻഡിങ് പണിയെടുത്ത പൈസ ചോദിക്കാൻ മടിയാണ്. അതാണ് അത് ഇന്ന് ഇപ്പൊ വേറെ ആയിട്ടെന്നൊക്കെ പറയാം. എന്ത് പറയാൻ പറ്റും? നമ്മൾ എടുത്ത വർക്കിന്റെ പൈസ ചോദിക്കാൻ മടിയാണെന്നുള്ളതാണ് പറയുന്നത്. അത് ശരിക്കും ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറിൽ എന്നൊക്കെ പറയാതെ. ഓക്കെ, ഓരോരുത്തരും ഓരോ വീക്ക്നെസ് ഓരോരുത്തരുടെ. എന്തായാലും ഒരാൾക്ക് ഒരു വീക്ക്നെസ് ഇല്ലാതിരിക്കൂല. മോഹൻദാസ് സാർ പറഞ്ഞു, ജെനി മേഡം പറഞ്ഞു, ബാക്കിയുള്ള ആളുകളൊന്ന് ഒരു വീക്ക്നെസ് ടൈപ്പിലേക്ക് വരൂ. നിങ്ങൾ ഉറങ്ങണില്ല എന്ന് ഉറപ്പ് വരുത്തട്ടെ. യെസ്, കൺസിസ്റ്റൻസി, ശ്രീദേവി മേഡം. സ്ക്രോളിംഗ് ടൈം, ഓക്കെ, നിർബന്ധമായിട്ടും അത് മാറ്റണം. സ്ക്രോളിംഗ് ടൈം മാറ്റിയാൽ കൺസിസ്റ്റൻസി വന്നോളും. ഓക്കെ, അടുത്ത ആള്. സ്ക്രോളിംഗ് ടൈമിന്റെ കാര്യം പറയുവാണെങ്കിൽ സാറേ, ഇപ്പൊ ഇന്ന് വിചാരിക്കുവാണ് ഈ ഫോണില് ഇരിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട്, ഈ മെസ്സേജ് വരുമ്പോ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഓക്കെ വന്നോട്ടെ, നമ്മളെന്തായാലും നോട്ടിഫിക്കേഷൻ. അപ്പൊ ഒരു 1 hour ഈ ഫോണിൽ തൊടത്തില്ല എന്ന് വിചാരിച്ച് മാറിയിരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ചറവറാന്ന് കോള് വരും. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അറ്റൻഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വന്ന മെസ്സേജിലേക്ക് റിപ്ലൈ കൊടുക്കാത്തപ്പോഴത്തേക്ക് കോള്, അപ്പൊ അതിനെക്കാട്ടി ഇരട്ടി പണിയാവും. കോളുകൾ അങ്ങ് വരും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് പക്ഷെ നമ്മളെപ്പോഴും അവൈലബിൾ ആവുമെന്ന് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മൾ സ്ലോലി മാറിക്കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും. നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയതാണെങ്കിൽ ഓക്കെ, അതല്ലാത്ത നമ്മുടെ സമയം വെറുതെ കൊണ്ടുപോയി കളയുന്നതാണെങ്കിൽ അവൈലബിൾ ആവാതിരിക്കാന്ന്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ചിലതിനോട് നോ പറയാൻ പഠിക്കണം എന്ന് പറഞ്ഞില്ലേ. നമുക്ക് റിസൾട്ട് ഇല്ലാതെ നമ്മളുടെ സമയം കവർന്നു പോകുന്നതാണെങ്കിൽ അത് നോ പറയാൻ പഠിക്കുക തന്നെ വേണം. ഓക്കെ, അവൈലബിൾ ടൈം മാക്സിമം. ഓക്കെ, അത് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം തീരെ വേണ്ട എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ ഒത്തിരി സമയം കവർന്നെടുത്തുകൊണ്ട് ആർക്കോ വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. അത് ഒന്നും പിന്നീട് നമ്മളുടെ നഷ്ടപ്പെട്ട സമയം തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് നോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവൈലബിൾ ആയ സമയത്ത് മാത്രം അതിന് വേണ്ടിയിട്ട് സമയം കൊടുക്കുക. അല്ലാത്ത സമയം എല്ലാവരും അത് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാം. മാക്സിമം ഫോണിൽ കോളിങ്ങിൽ നമ്മളെ സമയം പോകുന്നത് അറിയില്ല. എസ്പെഷ്യലി ഞാൻ പലപ്പോഴും കണ്ടുള്ളത് സ്ത്രീകളിലാണ്. അത് കുക്ക് ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും അലക്കുമ്പോഴും ഒക്കെ ഫോൺ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഒരു കോൺസെൻട്രേഷൻ ഒന്നിലും ഉണ്ടാവില്ല. ഇങ്ങനെ ഒത്തിരി സമയം പോകണം. ആ സമയം ഒന്ന് അതെ, കറക്റ്റ്. അതായത് ഒരു 2 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ടോ പറഞ്ഞു തീർക്കേണ്ട കാര്യമായിരിക്കും. അത് വലിച്ചു നീട്ടി റബ്ബർ പോലെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് ഒത്തിരി സമയം. അത് ആ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ടാണ് പലരുടെയും ടൈം മാനേജ്മെന്റ് തെറ്റുന്നത്. ഞാൻ പറയുന്നത് കണക്ട് അല്ലേ? ഈ ഒരു ഫോൺ കോള് കാരണം അല്ല, ഒരിക്കലും മൊബൈലിൽ ഇരുന്ന് സമയം കളയുന്നില്ല. എൻജോയ്മെന്റ്, അതായത് ഇപ്പോൾ ടി വി കണ്ടിരുന്ന സമയം കളയുന്ന, അങ്ങനെയുള്ള ഒരു പരിപാടി എനിക്കില്ല. പിന്നെ മൊബൈലിൽ ഇരുന്ന് സമയം കളയുന്നില്ല. പക്ഷെ അതല്ലാതെ തന്നെ ഓരോ ദിവസവും എണീക്കുമ്പോ
നമ്മുടെ ചാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കും അതുക്കും മേല് കാര്യങ്ങൾ വന്നു ചേരുമ്പോ ആ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുമ്പോ നമ്മളുടെ ഷെഡ്യൂൾ കറക്റ്റ് ആയിട്ട് പോവാതെ വരും. അതാണ് എനിക്ക് സംഭവിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ ഷെഡ്യൂളിൽ ഇല്ലാത്ത കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് സാറിന് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. ഞാന് 3:50 എണീക്കുന്ന ആളാ വെളുപ്പിന്. ഈ 3:50 എണീറ്റാല് ഞാൻ ചെയ്യുന്ന എന്റെ ക്രിയകളും പ്രാണായാമം എല്ലാം മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ 2 ദിവസം കൃത്യമായിട്ട് കൊണ്ടുപോകും. 3-ാമത്തെ ദിവസം അതേപോലെ കൃത്യമാക്കാൻ അപ്പൊ ഞാൻ വിഷ്ണു സഹസ്രനാമം രാവിലെ ചെയ്യുന്ന എന്റെ ആത്മീയമായ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ കയറും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ചിലപ്പോ അത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അപ്പൊ എനിക്ക് മൃഗസ്നേഹമുള്ള കൂട്ടത്തിലാ. അപ്പൊ ചിലപ്പം റൂമിനകത്ത് ചെല്ലുമ്പോ എന്റെ കുട്ടികളെന്ന് ഞാൻ വിളിക്കാം, അവര് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് അവിടെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അതിന്റെ പുറകെ നടക്കും. അവരെ ക്ലീൻ ആക്കാൻ നോക്കുമ്പോ എന്റെ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ വരുന്ന സംഭവങ്ങളാണ്. അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാളുടെയും ഇന്റർഫിയർ കൊണ്ട് എനിക്ക് അങ്ങനെ എന്റെ ടൈം ഷെഡ്യൂള് തെറ്റാറില്ല. പിന്നെ വീക്ക്നെസ് ആയിട്ട് സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടോ അങ്ങനെ ഒന്നും അല്ല. അപ്പൊ പലർക്കും പല രീതിയിലുണ്ട്. അതൊരു അല്ല, സെയിം തിങ്. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിലും സെയിം തിങ്. ഇപ്പൊ നമ്മള് ഷെഡ്യൂൾ ചെയ്താലും നമ്മൾ പുറത്തു പോവാ, ബാങ്കിൽ പോവാ, നമ്മുടെ ടൈമിൽ ബാങ്കിൽ കിട്ടത്തില്ല നമുക്ക്. അപ്പൊ ആ ടൈം നമ്മുടെ ടു ഡു ലിസ്റ്റിലെ ടൈമിംഗ് എല്ലാം തെറ്റും. അതെല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ്, ഫോണിലൊക്കെ സംസാരിച്ചില്ലെങ്കിലും. അതിനകത്ത് മാഡം ഇപ്പം ബാങ്ക് പോവാന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഹാഫ് ഡേ നമ്മൾ അതിന് മാറ്റി വെക്കുകയാണെങ്കിൽ ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ ആ സാധനം ഉണ്ടാവുമല്ലോ. അതേ സമയത്ത് ശ്രീ മാഡം പറഞ്ഞോളൂ. അതിന് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഴ്ചയിൽ ഒരു ദിവസം ഇന്നതിന് വേണ്ടി ആക്കണം. അല്ലെങ്കിൽ നടക്കൂല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുവാണെങ്കിൽ ബാക്കി വീട്ടിലെ കാര്യങ്ങൾക്ക്. പിന്നെ ഞാനിപ്പോ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ബ്രേക്കിന്റെ ടൈമിൽ ഇത്തിരി കൂടുതൽ കൊടുക്കും. അപ്പം ഇത് കോപ്പപ്പ് ചെയ്ത് അങ്ങനെ പോവും. ഈ ഇടയ്ക്ക് കളഞ്ഞ സമയം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നാലും ഒന്നും തീരില്ല. അല്ല, ഓക്കെ. ഇപ്പം നിങ്ങൾ പറഞ്ഞ ശ്രീ മാഡം പറഞ്ഞ പെറ്റിന്റെ കാര്യമാണ്. അതേപോലെ ചെറിയ മക്കളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എപ്പോഴാണോ കരയാന്നുള്ളതാണ് നമ്മൾ സമയത്തിനനുസരിച്ച് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റിക്കോളൂ. പക്ഷെ മെജോറിറ്റി അതൊക്കെ നമ്മൾ എക്സ്ക്യൂസുകളിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു 80% നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ സക്സസ് ആണ്. 100% ആവാൻ പ്രയാസമായിരിക്കാം. ഒരു 60 മുതൽ 80% വരെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയാൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സർ. ഞാനിപ്പം അതായത് ഇപ്പോ ഞാൻ സ്ഥിരമായിട്ട് പറയുമ്പോൾ അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. അതായത് സ്ഥിരമായിട്ട് വിഷ്ണു സഹസ്രനാമം, സ്ഥിരമായിട്ട് ലളിതാ സഹസ്രനാമം, അത് ഞാൻ ഈവനിങ് ആൻഡ് മോർണിംഗ് ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ ഇങ്ങനെ പെറ്റ്സിന്റെ കാര്യങ്ങളോ അല്ല വേറെ എന്തെങ്കിലും, അതായത് എന്റേതല്ലാത്ത എന്തെങ്കിലും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്കത് മുടങ്ങാറുണ്ട്. അങ്ങനെ മുടങ്ങുമ്പോഴും എനിക്ക് പക്ഷെ ഒരിക്കലും നെഗറ്റീവ് ഫീൽ വരാറില്ല. പോസിറ്റീവ് എനർജി കൂടിയിട്ടേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നത് എന്റെ ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ആവാം ഒരു പക്ഷേ. കാരണം ഞാൻ ഇന്നൊരു നേരം കഴിച്ചില്ലെങ്കിലും എനിക്ക് അതിന് ക്ഷീണം തോന്നാറില്ല എന്നുള്ളതാണ് എന്റെ സത്യം. അത് കറക്റ്റാണ്. കാരണം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ, നിങ്ങൾ ഇതിനേക്കാൾ മറ്റൊരു വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറില്ല. എനിക്ക് പേര് കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. അത്രേ ഉള്ളൂ. അതതിന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, സംശയമൊന്നുമില്ല. ഓക്കെ. അപ്പം വീക്ക്നെസ്സിൽ ഇവിടെ കൺസിസ്റ്റൻസി പറഞ്ഞിട്ടുണ്ട്, ടൈം മാനേജ്മെന്റ് ഉണ്ട്. ടൈം മാനേജ്മെന്റ് കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ളത് പതുക്കെ അതിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ സക്സസിൽ. വീഡിയോസ് ഇടാൻ പറഞ്ഞു. ആ വീഡിയോസ് തന്നെ എനിക്ക് ഇടാനായിട്ട് എനിക്ക് പറ്റാതിരുന്നത്, ഞാൻ സാറിന് ഫോട്ടോസ് എടുത്ത് ഞാൻ പേഴ്സണൽ അയച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിൽക്കുന്ന കാര്യം കാണിച്ചിട്ട് സർജറിക്ക് വേണ്ടിയിട്ട് വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ എന്റെ കാര്യങ്ങളും മുടങ്ങുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. മനസ്സിലായി. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സമയം മറ്റുള്ള ആളുകൾക്ക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ റിലേറ്റീവ്സ് ആവും, ഫ്രണ്ട്സ് ആവും, നമ്മളങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ വരും, നമ്മൾ കൊടുക്കേണ്ടി വരും, സംശയമൊന്നുമില്ല. നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ചില ആളുകൾ നമ്മൾ സ്ഥിരമായിട്ട് അതിന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കൊടുക്കും. അതായത് അവരുടെ ഏറ്റവും അടുത്ത ആള് ചിലപ്പോൾ ഉണ്ടാവും, അവരെ വിളിക്കാതെ നമ്മളെ വിളിച്ചു പോകും. അതായത് അങ്ങനെ നമ്മളെ യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇതൊക്കെ നല്ലതാണ്, പക്ഷെ നമ്മളെ യൂസ് ചെയ്യാൻ വിട്ടുകൊടുക്കരുത്. അല്ല, ഇപ്പൊ തന്നെ ഞാൻ അതിന് ആൻസർ ചെയ്യാം. കാരണം വെച്ചാൽ ഇപ്പൊ എനിക്ക് ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിപ്പോ എന്റെ 17-ാം തീയതി എന്റെ ഒരു പല്ലെടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ പോണത്. അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നു, എനിക്ക് ഡേറ്റ് തന്നിരിക്കുന്നു. പക്ഷെ അവിടുന്ന് എനിക്ക് തന്നേക്കുന്ന നിർദ്ദേശം കൂട്ടത്തിൽ ആരെങ്കിലും ബൈസ്റ്റാൻഡർ ആയിട്ട് വരണം എന്ന് പറഞ്ഞു. സത്യത്തിൽ ആരുമില്ല, അതുകൊണ്ട് ഞാൻ പോണില്ല.
ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. എന്റെ അവസ്ഥ. ഓക്കെ, അത് ശ്രദ്ധിക്കാന്നുള്ളതാണ്. നമ്മളുടെ സമയം നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് നമ്മൾ ഹെൽപ്പ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ നിന്ന് കൊടുക്കരുത്. ഇപ്പോൾ ഒരു കമന്റ് എല്ലാവർക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുക, അതാണ് എന്റെ വീക്ക്നെസ്. ഓക്കെ, അത് എന്താ പറയാ, അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ല ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ നമ്മളെ മിസ്യൂസ് ചെയ്യുന്ന അവസ്ഥയ്ക്ക് നിന്ന് കൊടുക്കരുത്. അത് ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരും നമ്മൾ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൊസൈറ്റി അങ്ങനെയാണ്. നമ്മൾ സാർ നിന്ന് ഒരു കാര്യം പറയട്ടെ. കൊടുത്താൽ പറഞ്ഞോളൂ. അതായത് ഈ നമ്മൾ ഒരു കാര്യവും ചെയ്യാതെ വീട്ടിൽ തന്നെ ഒന്നിനും ഫോക്കസിങ് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ആളുകളെല്ലാം നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. യെസ്, അല്ലെ? ഇപ്പൊ റിലേറ്റീവ്സ് ആണെങ്കിലും ഔട്ട്സൈഡ് ഉള്ളവർ വന്നു കഴിഞ്ഞാൽ ഓക്കെ, എറണാകുളത്ത് ജെനി ഉണ്ടല്ലോ, ജെനിയെ വിളിച്ചോണ്ട് പോകാം, വഴിയും കാണിച്ചു തരും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അതേസമയത്ത് നമുക്കൊരു ഷോപ്പുണ്ട്, അല്ലെ നമുക്കൊരു കാര്യത്തിൽ അത്രയും ഫോക്കസ് ചെയ്തിരിക്കുവാണെങ്കിൽ അവളെ വിളിച്ചാ വരത്തില്ല, അവൾക്ക് ഇന്ന കാര്യത്തിൽ എൻഗേജ്ഡ് ആണെന്നുണ്ട്, അത് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു ഇതില് ആ ഒരു ഫോക്കസിങ് വന്നു കഴിഞ്ഞാൽ ആരും നമ്മളെ ശല്യം ചെയ്യത്തില്ല എന്നാ എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ആണ്. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്കൊരു ഒരു മാരേജ് ഫംഗ്ഷന് ക്ഷണം വന്നെന്ന് കരുതുക. ഇപ്പൊ എന്നെ സമയത്ത് എന്നെ ഒരു മാരേജ് ഫംഗ്ഷന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ പറയുന്ന കാര്യമാണ്, എനിക്ക് സമയം ഉണ്ടെങ്കിൽ വരണം, അതല്ലെങ്കിൽ വൈകിട്ട് എപ്പോഴെങ്കിലും അവൈലബിൾ ആയ സമയത്ത് വന്നു. ഒരു പരാതിയോ ആർക്കും ഇല്ല ഞാൻ ചെന്നില്ല എങ്കിൽ. മുൻകൂട്ടി തന്നെ എൻ്റെ അടുത്ത് പറയും. കാരണം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാൽ അങ്ങനെയാണ്. എൻ്റെ വർക്കിംഗ് ടൈമിലോ മറ്റോ ഞാൻ ഇത്തരം പരിപാടിക്ക് വരില്ല. അത് ഓൾറെഡി എൻ്റെ ഫാമിലീസിനും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ സൊസൈറ്റിക്കും അറിയാം. അതേ സമയത്ത് അങ്ങനെ ഒരു സെറ്റിംഗ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ആ ഫംഗ്ഷൻ എത്തിയിട്ടില്ലെങ്കിൽ ഭയങ്കര കംപ്ലൈന്റ്. അവരെ കംപ്ലൈന്റിനേക്കാൾ കൂടെ നമ്മളുടെ ഉള്ളിൽ ഭയങ്കര ഇനി ഞാൻ എത്തിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും അവർക്ക്, അങ്ങനത്തെ തോന്നലൊക്കെ ആയിരുന്നു നമുക്ക്. ഞാൻ അതിന് എത്താതിരിക്കുക എങ്ങനെയാണ്? അവർ 2 ദിവസം കൊടുത്തിരുന്ന സമയം ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിലായത് ഞാൻ അവിടെ പോയില്ലെങ്കിലും കല്യാണം ഭംഗിയായി നടക്കും. അപ്പോൾ നമ്മളെ സമയത്തിലേക്ക് മാറിയപ്പോൾ ഒരാൾക്കൊരു പ്രശ്നമില്ല. നമ്മൾ ചെന്നോ ആർക്കും ഒരു വിഷയമില്ല. അപ്പം അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നമുക്കൊരു വാല്യൂ ഉണ്ടാവും. നമുക്ക് കറക്റ്റായിട്ട് വിളിക്കുമ്പോൾ തന്നെ പറയും, ഒന്ന് പറ്റുന്ന സമയത്തൊന്ന് വന്ന് പോകണം. അങ്ങനെയൊക്കെയാണ് നമ്മളടുത്ത് ക്ഷണിക്കുക. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ മാറാന്നുള്ളതാണ്. എല്ലാത്തിനും എപ്പോഴും അവൈലബിൾ ആയി കൊടുക്കുമ്പോൾ നമ്മളത് മിസ്യൂസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ സമയത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആർക്കും ഒരു വിലയില്ല. സത്യമാണ് മാഡം, കറക്റ്റാണ്. എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ ആർക്കും വില ഉണ്ടാവില്ല. നമുക്ക് നമ്മുടേതായ ഒരു പോളിസി മൈക്ക് ചെയ്ത് എടുക്കാനുള്ള നിർബന്ധമാണ്. അത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ദെൻ ഓക്കെ, താങ്ക് യു. നമുക്ക് വീക്ക്നെസ്സിലേക്ക് നമ്മൾ പോയി. ദെൻ അപ്പം സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓരോരുത്തരും കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് സ്ട്രെങ്ത്തിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക, വീക്ക്നെസ്സിനെ പരമാവധി ഒഴിവാക്കേണ്ട വീക്ക്നെസ്സിനൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് മുൻപോട്ട് പോകാന്നുള്ളതാണ്. ദെൻ ഇനി നമ്മുടെ നിഷിലേക്ക് വരുന്ന സമയത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് പ്രോബ്ലം കാൻ ഐ സോൾവ്? നമ്മളെ നിഷിൽ നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, പബ്ലിക്കിന്റെ എന്ത് പ്രോബ്ലമാണ് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്? ഇതിനൊരു ആൻസർ നമുക്ക് നിർബന്ധമായിട്ടും വേണം. നിങ്ങൾ ഡ്രസ്സാണ് ചെയ്യുന്നതായിക്കോട്ടെ, അതല്ലെങ്കിൽ ക്രാഫ്റ്റ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ലീഗൽ സർവീസുകളായിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ വർക്ക്, ഞാൻ ഇവിടെ ഓരോരുത്തരുടെ നിഷ് പറയാണ്. പക്ഷെ നമ്മുടെ മുന്നിലൊരു ക്വസ്റ്റ്യൻ ആണ്, എന്ത് പ്രോബ്ലമാണ് ഞാൻ പബ്ലിക്കിനെ സോൾവ് ചെയ്യുന്നത്? ഇതിനൊരു ആൻസർ നമുക്ക് വേണം. അപ്പോഴാണ് നമ്മുടെ പ്രൊഡക്റ്റ് കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ആളുകളോട് പറയാൻ കഴിയുക. അപ്പൊ എന്താണ്, ഇപ്പം സുരഭി മേഡം ആണ് നന്നായി സംസാരിക്കുന്ന ആൾ. സുരഭി മേഡത്തിന് പറയാൻ പറ്റും നിങ്ങളുടെ നിഷിൽ ആളുകളുടെ എന്ത് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ പോണേ മാർക്കറ്റിൽ? നാളെ ഒരു നിശ്ചയിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകളുടെ എന്ത് പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാം പറയാൻ കഴിയുമോ മാഡം? സാർ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് എനിക്ക് ഇപ്പൊ അറിയാവുന്ന വെച്ചാൽ എക്സ്പീരിയൻസ് ആണല്ലോ എല്ലാത്തിനും ഇതായിട്ട് വരിക. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇപ്പൊ സാറ് ചോദിച്ചതിനൊരു ചെറിയൊരു ഉത്തരം വളരെ കുറഞ്ഞ വേർഡിൽ പറഞ്ഞാൽ. യെസ്, അതായത് നിയമസംഹിതയുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്നവരുണ്ട്. അത് സ്ത്രീകളുണ്ട്, ജെൻസ് ഉണ്ട്. അപ്പൊ അതില് ലിംഗഭേദമന്യേ എല്ലാവർക്കും കോമൺ ആയിട്ട് ആ നിയമങ്ങളെ അവരിലേക്ക് അറിയിക്കാനായിട്ട് ഒരാളാകുന്ന അവസ്ഥയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിയമം അറിയാത്ത ആളുകളെ അതുമായി റിലേറ്റഡ് ആയ കാര്യങ്ങൾ, അതായത് ആ ഒരു പെയിൻ പോയിന്റ് നിൽക്കുന്ന അതായത് വക്കീൽ ഗുമസ്തന്മാര്, അവരുടെ കൺട്രോളിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും യഥാർത്ഥത്തില് നേരിട്ട് കോടതിയിൽ വന്ന് സംസാരിക്കാൻ സ്കില്ലുണ്ടെങ്കിൽ അവർക്ക് കയറി കാര്യങ്ങൾ പറയാം, ആരുടെയും സപ്പോർട്ട് വേണ്ട. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അവയർനെസ് പയ്യെ വരും. സ്റ്റാർട്ടിങ്ങിൽ അത് ഇടില്ല ഞാൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഷെറിൻ മാഡത്തിന് ഒന്ന് പറയാൻ പറ്റുമോ? ഷെറിൻ മാഡം ഒന്ന് സൈലന്റ് ആണല്ലോ, ഇവിടെ ഇല്ലേ ഷെറിൻ മാഡം? നിങ്ങൾ അതിനെ പറ്റി ചിന്തിച്ചോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് നിങ്ങളിപ്പം പെട്ടെന്ന് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ മതി. നിങ്ങൾ സൊസൈറ്റിയിൽ എന്ത് പ്രോബ്ലത്തിനാണ് സൊല്യൂഷൻ കൊടുക്കാൻ പോകുന്നത്? സിമ്പിളായിട്ട്, കൂടുതൽ ചിന്തിക്കേണ്ട, അതിന്റെ ഫുള്ള് ശരിയാവണമെന്നൊന്നുമില്ല.
ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. ഇതിന് ആൻസർ കണ്ടെത്തണം നമ്മൾ. ഇപ്പൊ നിങ്ങളെ മൈൻഡിൽ വന്നാണ്ട് പറഞ്ഞാൽ മതി. പറയാവോ? സാർ നമ്മൾ ചെയ്യുന്ന മേഖലയിൽനിന്നാണോ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യണ്ടേ? ശ്രീദേവിയാണ് ചേച്ചി. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ശരി മേഡം പറയുന്നത് കൃത്യം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ശരി മേഡം ആ പറയൂ. ഒന്നും പറയാനില്ല സാർ. ഒന്നും പറയാനില്ല. എന്ത് പറ്റി ഇന്ന് ഇവിടെ അല്ലേ? ഞാൻ ചോദിച്ചത് അതല്ല മേഡം. ഞാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എന്ത് പ്രോബ്ലമാണ് ഇപ്പൊ നിങ്ങൾ തെരഞ്ഞെടുത്ത ഡിഷിൽ പീപ്പിളിന്റെ എന്ത് പ്രോബ്ലമാണ് സൊല്യൂഷൻ കൊടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. അതിനെന്ത് പറയാനായിട്ട്? എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താ പറയുന്നത്, അങ്ങനെ ദോഷകരമല്ലാത്ത സാധനങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യത്തിനെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ഓക്കെ, ഗുഡ്. ഓക്കെ, അതിനൊന്ന് ക്ലാരിറ്റി ആക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, അതിനൊന്ന് ക്ലാരിറ്റി ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഗുഡ്. ഇനി ശ്രീദേവി മേഡം എന്താ ചോദിച്ചേ? നമ്മൾ ചെയ്യുന്ന മേഖലയിന് പറ്റിട്ടാണോ? അതായത് ഇത്രയേ ഉള്ളൂ. മാഡം ഡ്രസ് അല്ലേ ചെയ്യുന്നത്? അതെ. അപ്പം എന്ത് സൊല്യൂഷൻ ആണ് നിങ്ങൾ സൊസൈറ്റിക്ക് പീപ്പിളിന് കൊടുക്കാൻ പോകുന്നത്? ഡ്രസ്സ് എന്നുള്ള ഒരു സാധനങ്ങൾ സൊസൈറ്റിക്ക് വിൽക്കാൻ പോകാണല്ലോ. എന്താണ് സൊല്യൂഷൻ? ആർക്കാണ് നിങ്ങൾ സൊല്യൂഷൻ കൊടുക്കുന്നത്? എന്താണ് നിങ്ങളുടെ സൊല്യൂഷൻ? ഞങ്ങളുടെ സൊല്യൂഷൻ ആണ് ട്രെൻഡ് ആയിട്ടുള്ള ഡ്രസ്സ് നല്ല അഫോർഡബിൾ പ്രൈസിൽ എത്തിക്കുക. ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ് അഫോർഡബിൾ പ്രൈസിൽ ആളുകളുടെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതിനകത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തണം. ആരാണ് നിങ്ങൾ ടാർഗറ്റ് കസ്റ്റമർ? അതൊക്കെ നമ്മൾ അതിലേക്ക് വരും. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വേണം എന്നുള്ള ഉദ്ദേശിച്ചത്. വാട്ട് പ്രോബ്ലം ക്യാൻ ഐ സോൾവ്? എല്ലാവരും അതിലേക്ക് വരണം. വേറെ ആർക്കെങ്കിലും പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോകും. വാട്ട് പ്രോബ്ലം ക്യാൻ ഐ സോൾവ്? ഓക്കെ, പറയൂ. സനലാണോ? ആരാ സംസാരിക്കാൻ ശ്രമിച്ചേ? ഞാൻ അജേനിയ. പറയൂ. എനിക്ക് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഗുഡ്. അതിനൊന്ന് ഒരു കറക്റ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ക്ലാരിറ്റി വരുത്തണം എന്തായാലും. ഓക്കെ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹു നീഡ് ഹെൽപ്പ് വിത്ത് ദിസ് പ്രോബ്ലം? ഹു നീഡ് ഹെൽപ്പ്? ആർക്കാണ് ഇതുകൊണ്ട് അതായത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്? ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പ്രോബ്ലം ആണ് നമ്മൾ സൊല്യൂഷൻ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ആരാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്? ഇവിടെ ശ്രീദേവി മേഡം ഡ്രസ്സാന്ന് പറഞ്ഞു. അത് ട്രെൻഡി ഡ്രസ്സ് ആളിലേക്ക് എത്തിക്കുന്നത് ആരിലേക്കാണ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ. അതിന് ആൻസർ ചെയ്യണം. അത് യങ്സ്റ്റേഴ്സിനാണോ, അതല്ല കുറച്ചും കൂടി ഏജ്ഡ് ആയവർക്കാണോ, കുട്ടികൾക്കാണോ? അതിനൊരു ആൻസർ നമ്മൾ കണ്ടെത്തണം. ഈ നീഡ് ആർക്കാണ് നമ്മൾ സൊല്യൂഷൻ കൊടുക്കാൻ പോകുന്നത്? അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് നമ്മൾ ആൻസർ കണ്ടെത്തണം. ദെൻ അതേപോലെ തന്നെ വിൽ ദേ പേ ഫോർ ദിസ് ഹെൽപ്പ്? നമ്മളൊരു ഹെൽപ്പ് കൊടുക്കാണല്ലോ. നമ്മൾ ഈ ഹെൽപ്പിന് ആളുകൾ പേ ചെയ്യാൻ തയ്യാറാണോ? പേയ്മെന്റ് തരാൻ തയ്യാറുള്ള ഹെൽപ്പാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇപ്പോഴാണ് ബിസിനസ് ആവുള്ളൂ. ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴാണ് അതൊരു ബിസിനസ് ആയിട്ട് മാറുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് സൊസൈറ്റിയുടെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്? അത് എല്ലാവർക്കും ആൻസർ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് ആർക്കാണ് ഇതിന്റെ സൊല്യൂഷൻ കിട്ടാൻ പോകുന്നത്? മൂന്നാമത്തെ കാര്യം ഈ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ അതിൽ പേ ചെയ്യാൻ തയ്യാറാകുമോ? അത് വെറുതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്ത പോലെ വെറുതെ ഒരു ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ അതിന് പേയ്മെന്റ് ഇല്ല. ഓക്കെ. അതേ സമയത്ത് പേയ്മെന്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്താവുന്നത്? നമുക്ക് ഒരു നിഷായിട്ട് മാറുന്നത്. ഈ 3 ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ട് നമ്മൾ ആൻസർ പേപ്പറും പെന്നും എടുത്ത് എഴുതന്നെ വേണം. ഞാൻ എന്ത് പ്രോബ്ലം സൊല്യൂഷൻ കൊടുക്കണം, ആർക്ക് കൊടുക്കണം, ഇതിന് എന്ത് പേയ്മെന്റ് മേടിക്കാൻ കഴിയും? ഓക്കെ. പേയ്മെന്റ് കിട്ടില്ല എന്ന് കണ്ടാൽ പണിക്ക് നമ്മൾ പോകാൻ പാടില്ല. ഈ 3 കാര്യത്തിന് നമ്മൾ നിർബന്ധമായിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ സമയം ഒത്തിരി ഡിസ്കഷനിൽ പോയ കാരണം നമ്മളൊന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ. ഇനി കൂടുതൽ ഡിസ്കഷനിലേക്ക് പോയാൽ 9:30 നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. 9:30 ആയപ്പോൾ തന്നെ. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഐ ഹെൽപ്പ് ഹോം മേക്കേഴ്സ് ലേൺ എംബ്രോയിഡറി ആൻഡ് ഏൺ. എന്നെ കൊണ്ട് ഇതൊരു എക്സാമ്പിൾ കൊടുത്തിട്ടതാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഹോം മേക്കേഴ്സിന് എംബ്രോയിഡറി പഠിപ്പിച്ചു കൊടുത്തിട്ട് അതിലൂടെ ഇൻകം ഉണ്ടാക്കാൻ സഹായിക്കണം. അതെന്റെ ഒരു ലക്ഷ്യമാണ്. അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് ചെയ്യുന്നവരുടെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യാൻ, ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു നിഷ് ഉണ്ടാക്കാം. സ്മോൾ ബിസിനസ്സിന് ഒരു അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവരുടെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യാൻ എനിക്ക് സഹായിക്കാൻ കഴിയും. ഓൺലൈൻ വഴി സഹായിക്കാൻ പറ്റും. ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്. ഇതേപോലെ നേരത്തെ പറഞ്ഞല്ലേ
അതായത് ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റുകൾ കണ്ടെത്തി കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. നിയമം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോരുത്തർക്കും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ആൻസർ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്നു. ഇങ്ങനെ ഒരു നിഷിന്റെ ഫൈനലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നും ഡിസ്കസ് ചെയ്ത് കുറച്ചും കൂടി കാര്യങ്ങളിലേക്ക് പോകാൻ, പക്ഷെ നമുക്ക് 9:30 ഇനി വല്ലാണ്ട് വൈകിപ്പിക്കുന്നില്ല. മാക്സിമൈസ് വാട്ട് യു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ പുറത്തെടുത്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന റിവ്യൂ ചെയ്യാം. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒരാളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സ്ട്രെങ്തൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല. നിഷൊക്കെ ഉണ്ട്, ബിസിനസ് പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷെ ഈ പറയുന്ന സ്കില്ലുകൾ പതുക്കെ ഡെവലപ്പ് ചെയ്യണം. ഇപ്പം ഇന്ന് അതിൽ പറഞ്ഞ ഒരു സ്കില്ലും ഇല്ലെങ്കിൽ ആരും നിരാശപ്പെടണ്ട. ഇതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കില്ലുകളാണ്. ആരും ഇതായിട്ടൊന്നും ജന്മന വന്ന ആളുകളല്ല. പക്ഷെ കൂടെ സഞ്ചരിക്കണം, ചെയ്ത വർക്കുകൾ പറയുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. നന്നായിട്ട് കഴിവുള്ള ആളുകളും സീറോയിൽ നിൽക്കുന്ന ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റി അകത്തുണ്ട്. കഴിവുള്ളവർ കൂടുതൽ അതിനെന്ത് ചെയ്യുക, അതിനെ നന്നായിട്ട് ഷാർപ്പൻ ചെയ്യുക. കഴിവില്ലാത്തവർ സീറോയിൽ നിന്ന് അതിനെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുക. വീഡിയോ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു തുടങ്ങുക. ഇന്ന് പറയുന്ന വീക്ക്നെസ്സിൽ നിന്നും പരമാവധി ഒഴിവാവാനും സ്ട്രെങ്ത്തുകളെ കൂടുതൽ ഷാർപ്പൻ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അത് ഭയങ്കരമായ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി തരും. കൺസിസ്റ്റൻസി മസ്റ്റ് ആണ്. ടൈം മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിലൊരു വിട്ടുവീഴ്ചക്കാരും പോകണ്ട. എവിടൊക്കെയാണ് നമ്മുടെ സമയം നഷ്ടപ്പെടുന്നത് അത് കറക്റ്റ് ആയിട്ട്, ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ സമയം മറ്റുള്ളവർ അത് ചൂഷണം ചെയ്യുന്നുണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നോ പറയുക. എനിക്ക് സമയമില്ല, എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കിടന്നുറങ്ങാനല്ല, അത് പറഞ്ഞാൽ ആ സമയം നമ്മൾ യൂസ്ഫുൾ ആക്കി മാറ്റണം. അതല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ഹെൽപ്പ് ഇല്ലാതാവുകയും ചെയ്യും, നമ്മളോട് കിടന്നുറങ്ങുകയും ചെയ്യും. അതിന്